ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാതിസ്വർഗത്തിൽ വാണരുളുകയും മരിച്ചവരും ജീവിക്കുന്നവരുമായ സകല മനുഷ്യരെയും ന്യായം വിധിക്കാനായി ഭൂമിയിൽ വീണ്ടും വരികയും ചെയ്യുന്ന സത്യദൈവവും നിത്യജീവനുമായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ സ്നേഹ വന്ദനങ്ങൾ. നമ്മുടെ ജിഹാദി ലോറൻസിന്റെ അനിയൻ മുഹമ്മദ് ഈസ അനിൽകുമാർ അയ്യപ്പന് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയ ഒരു വീഡിയോയ്ക്കുള്ള ഖണ്ഡന വീഡിയോ പരമ്പരയിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇത്. എനിക്ക് മറുപടി കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ് മുഹമ്മദ് ഈസ. അതിന്റെ കാരണം ഇന്റലക്ച്വൽ ഓണസ്റ്റി എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ബൗദ്ധിക സത്യസന്ധത, അത് തൊട്ട് തെറിപ്പിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് മുഹമ്മദ് ഈസ എന്നുള്ളത് കൊണ്ടാണ്. ഈ മുഹമ്മദ് ഈസയുമായി ഇതിനു മുമ്പ് പലവട്ടം ഞങ്ങൾ സംവാദം നടത്താൻ ശ്രമിച്ചിട്ടുള്ളതാണ്. വർഷങ്ങളുടെ പഴക്കമുണ്ട് അതിന്. അങ്ങനെ ഒരിക്കൽ കോഴിക്കോട് വെച്ചൊരു സംവാദം നടക്കുകയും ചെയ്തു. പൗലോസ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലനാണോ അല്ലയോ എന്നതായിരുന്നു സംവാദ വിഷയം. സാധാരണഗതിയിൽ പൗലോസിന്റെ അപ്പോസ്തലത്വം എന്ന വിഷയത്തിൽ സംവാദം നടത്തുമ്പോൾ മുഹമ്മദിന്റെ പ്രവാചകത്വം എന്ന വിഷയം കൂടി ഞങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. കാരണം പൗലോസ് സത്യദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അപ്പോസ്തലനല്ല എന്ന് തെളിയിച്ചാൽ പോലും, തെളിയിക്കാൻ ലോകത്ത് ഒരാൾക്ക് സാധിക്കില്ല, അത് വേറെ കാര്യം, എങ്കിലും വാദത്തിന് വേണ്ടി നമ്മളത് സമ്മതിച്ചു കൊടുത്താൽ പോലും മുഹമ്മദ് സത്യദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് വരുന്നില്ലല്ലോ. മുഹമ്മദ് സത്യദൈവത്തിന്റെ പ്രവാചകനാണെന്ന് തെളിയിക്കാത്ത കാലത്തോളം ഇസ്ലാം ശരിയാണെന്ന് പറയാൻ ലോകത്ത് ഒരാൾക്കും സാധിക്കുകയുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഏകപക്ഷീയമായി വിഷയമെടുക്കാതെ ടു സൈഡ് ടോപ്പിക്കിൽ മാത്രം സംവാദം നടത്തുന്നത്. എന്നാൽ അന്ന് ഞങ്ങൾ മനഃപൂർവ്വം മുഹമ്മദിന്റെ പ്രവാചകത്വം എന്ന വിഷയം വേണ്ടെന്ന് വെച്ചു. ആ ഒരു ടോപ്പിക്ക് മുന്നോട്ട് വെച്ചാൽ മുഹമ്മദ് ഈസ സംവാദത്തിന് വരില്ല എന്ന് മുൻ അനുഭവങ്ങളിൽ നിന്നും അറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങൾ പൗലോസിന്റെ അപ്പോസ്തലത്വം എന്ന വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് സംവാദത്തിന് തയ്യാറായത്. ഖുർആനിലും ഹദീസുകളിലും തനിക്ക് വലിയ അറിവില്ലെന്നും എന്നാൽ ക്രൈസ്തവ വിഷയങ്ങളിൽ താൻ സംസാരിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് ഈസ അവിടെ സംവാദത്തിന് വന്നത്. അപ്പൊ മുഹമ്മദ് ഈസയുടെ വിചാരം എന്തായിരുന്നു? ഞങ്ങൾ ബൈബിളിൽ നിന്ന് മാത്രം തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പൗലോസിന്റെ അപ്പോസ്തലത്വം തെളിയിക്കുമെന്നായിരുന്നു ഈസയുടെ പ്രതീക്ഷ. എന്നാൽ ബൈബിളിൽ നിന്ന് മാത്രമല്ലാതെ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും തഫ്സീറുകളിൽ നിന്നും ഞങ്ങൾ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ സത്യദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലനാണെന്നും ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് അടക്കം ആദ്യകാല മുസ്ലിങ്ങളിൽ ഒരാളും പൗലോസിനെതിരെ ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അവരെല്ലാം പൗലോസിനെ അംഗീകരിക്കുകയും ചെയ്തിരുന്നവരാണെന്നും ഞങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. അപ്പൊ മുഹമ്മദ് ഈസ ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങളുടെ ആ വാദത്തിനെ ഖണ്ഡിക്കാൻ മുഹമ്മദ് ഈസയ്ക്ക് കഴിയാത്തതുകൊണ്ട് സംവാദ ചരിത്രത്തിൽ ലോകത്താരും ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒന്ന് അവിടെ സംഭവിച്ചു. അതുവരെ സംവാദത്തിന്റെ മോഡറേറ്റർ ആയിരുന്ന ആൾ സംവാദകനായി മാറി. ഒരു സംവാദത്തിൽ മോഡറേറ്ററുടെ ജോലി സംവാദം നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇരുപക്ഷത്തെ സംവാദകരും താന്താങ്ങളുടെ വാദങ്ങളും മറുപടികളും ഖണ്ഡനങ്ങളും എല്ലാം അവതരിപ്പിച്ച് സംവാദം ഉപസംഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ മോഡറേറ്റർക്ക് ചെയ്യാനുള്ളത് ഇരുപക്ഷത്തോടും കാണികളോടും നന്ദി പറയുക എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു സംവാദകന്റെ പക്ഷം ചേർന്നുകൊണ്ട് അയാൾക്ക് ഉത്തരം പറയാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുന്നതും എതിർപക്ഷത്തുള്ള ആളുടെ വാദം പൊള്ളയാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നതും സംവാദകന്റെ ജോലിയല്ല. പക്ഷെ അവിടെ സംഭവിച്ചത് അതാണ്. എന്തുകൊണ്ടാണ് മോഡറേറ്റർക്ക് സംവാദകന്റെ കുപ്പായം ഇടേണ്ടി വന്നതെന്നറിയണ്ടേ? അത് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടു നോക്കിക്കോ. ഖുർആനും ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തില് മുഹമ്മദ് ഈസ പൊതുവായി പറഞ്ഞൊരു മറുപടി, അദ്ദേഹം ഒരു ഖുർആനിക ഇസ്ലാമിക പണ്ഡിതനല്ലാത്ത ഒരു പരിമിതി അദ്ദേഹത്തിനുണ്ട് എന്ന്, ഇസ്ലാമിക പണ്ഡിതനല്ലാത്ത ഒരു പരിമിതി അദ്ദേഹത്തിനുണ്ട് എന്ന് നിങ്ങൾ കേട്ടല്ലോ. ഖുർആനും ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഹമ്മദ് ഈസ പൊതുവായി പറഞ്ഞൊരു മറുപടി, അദ്ദേഹം ഒരു ഖുർആനിക ഇസ്ലാമിക പണ്ഡിതനല്ലാത്ത ഒരു പരിമിതി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തനിക്ക് സംവാദകന്റെ കുപ്പായം ഇടേണ്ട ഗതികേട് വന്നതെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. നിങ്ങൾ ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. പൗലോസ് കള്ളനാണ്, ഇസ്ലാമാണ് ശരി, ഖുർആനാണ് ശരി, മുഹമ്മദ് നബിയാണ് ശരി, അള്ളാഹുവാണ് ദൈവം എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടി 2 പുസ്തകങ്ങൾ എഴുതിയ ആളുമായി ആ പുസ്തകത്തിൽ എഴുതിയ ഒരു കാര്യത്തിൽ മാത്രം സംവാദത്തിന് ചെന്ന് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറയുന്ന മറുപടി എന്താണ്? ഇസ്ലാമിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും ഹദീസുകളെ കുറിച്ചും ഒന്നും എനിക്ക് അറിവില്ല, ഞാൻ ആ വിഷയത്തിൽ പണ്ഡിതനല്ല.
അറിവില്ലാത്ത വിഷയത്തിൽ പുസ്തകം എഴുതിയ ആളുകളെ പറ്റിക്കാൻ മുഹമ്മദ് ഈസയോട് ആരെങ്കിലും പറഞ്ഞോ? ഖുർആനിക ഇസ്ലാമിക വിഷയങ്ങളിൽ യാതൊരു അറിവുമില്ലാത്തൊരു മുസൽമാൻ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ആക്രമിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ഖുർആനെയും ഇസ്ലാമിനെയും പഠിക്കുക എന്നുള്ളതല്ലേ? അല്ലെ? സ്വന്തം വിശ്വാസത്തെ ശരിയായി പഠിക്കാൻ മിനക്കെടാതെ മറ്റുള്ളവരുടെ വിശ്വാസം തെറ്റാണെന്ന് പറഞ്ഞ് പുസ്തകം എഴുതുകയും പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത്? അന്ന് സംവാദം വീക്ഷിക്കാൻ വന്ന ഇസ്ലാമിക സുഹൃത്തുക്കൾക്ക് ആശയക്കുഴപ്പം ഉണ്ടായി എന്ന് മോഡറേറ്റർക്ക് മനസ്സിലായി. കാരണം ബൈബിളിൽ നിന്ന് മാത്രമല്ല, ഖുർആനിൽ നിന്ന്, ഹദീസുകളിൽ നിന്നും, തഫ്സീറുകളിൽ നിന്നുമൊക്കെ ഞങ്ങൾ തെളിവുകൾ കൊണ്ടുവന്ന് സ്ഥാപിച്ചു പൗലോസ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലനാണെന്ന്. അതിന്റെ അർത്ഥം മുഹമ്മദ് വ്യാജനാണെന്നാണ്, കള്ളപ്രവാചകനാണെന്നാണ്. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഞങ്ങളുടെ വാദത്തെ ഖണ്ഡിക്കാനുള്ളത്ര പരിജ്ഞാനം മുഹമ്മദ് ഈസയ്ക്ക് ഇസ്ലാമിക വിഷയങ്ങളിൽ ഇല്ലതാനും. അപ്പൊ സംവാദം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന പല മുസ്ലിങ്ങളും മുർത്തദ്ദായിത്തീരുമെന്ന് സംഘാടകർക്ക് മനസ്സിലായത് കൊണ്ടാണ് അവസാനം മോഡറേറ്റർക്ക് തന്നെ സംവാദകന്റെ വേഷം കെട്ടേണ്ട ദുർഗതി വന്നത്. ഈ സംഭവത്തിന് ശേഷം 2013 ഡിസംബർ 1, അതായത് 10 കൊല്ലം മുന്നേ, പെരുമ്പാവൂര് വെച്ച് സ്നേഹ സന്ദേശം 2013 എന്ന പരിപാടിയുടെ വിഷയാവതരണമൊക്കെ കഴിഞ്ഞ് ചോദ്യോത്തര സെഷനിൽ രാത്രി 9 മണിക്ക് സാക്ഷിയുമായി ഞാനിപ്പോൾ സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഈസ അവിടെ കടന്നു വരികയുണ്ടായി. ചോദ്യോത്തര സെഷനിൽ ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടല്ലോ. അപ്പൊ ഈസയും ചോദ്യം ചോദിക്കാൻ വന്നു. എന്നിട്ട് ഈസ ചോദ്യമല്ല ചോദിച്ചത്, ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുകയാണ് ചെയ്തത്. സാക്ഷിയുമായി ഞാൻ ഇപ്പോൾ സംവാദത്തിന് തയ്യാറാണ്, ഇപ്പോൾ ഈ നിമിഷം ഞാൻ സംവാദത്തിന് തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നത് അവിടെ. അപ്പൊ നമുക്കറിയാം, രാത്രി 9 മണിക്ക് എങ്ങനെ സംവാദം നടത്താനാണ്? അത് ഒരു ഓഡിറ്റോറിയത്തിലാണ്, നാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. രാത്രി 10 മണി കഴിഞ്ഞാൽ മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയന്ത്രണമുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ 9 മണിക്ക് സംവാദത്തിനൊന്നും പറഞ്ഞു വന്നാൽ നടത്താൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഇപ്പൊ നമുക്ക് സംവാദം നടത്താൻ പറ്റില്ല, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഒരു തീയതി നിശ്ചയിക്കാം. സംവാദത്തിന്റെ ഒരു തീയതി നിശ്ചയിച്ചിട്ട് ആ തീയതിയിൽ നമുക്ക് സംവാദം നടത്താം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. അപ്പൊ ഈസയോ അത് സമ്മതിച്ചു. പക്ഷെ രസം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോ, ചോദ്യോത്തര പരിപാടി എല്ലാം കഴിഞ്ഞ് പ്രോഗ്രാം ഒക്കെ തീർന്ന് ഞങ്ങൾ പുറത്തു വന്ന് നോക്കുമ്പോൾ ഈസയോ ഈസയുടെ കൂട്ടുകാരോ ഈസയുടെ പ്രതിനിധികളോ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈസയ്ക്ക് എന്തെങ്കിലും തിരക്ക് വന്നിട്ട് പെട്ടെന്ന് പോകേണ്ടി വന്നാൽ ഈസ എന്ത് ചെയ്യണം? വേറെ ആരെങ്കിലും ചുമതലപ്പെടുത്തണം ഈസയുടെ പ്രതിനിധിയായിട്ട്. എന്നിട്ട് നിങ്ങൾ സംവാദത്തിന്റെ കാര്യങ്ങൾ ഡേറ്റ് ഒക്കെ തീരുമാനിക്ക്, നിശ്ചയിക്ക്, എനിക്ക് ഇപ്പൊ അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞ് ഈസ പോയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇവരുടെ കൂടെ വന്നാൽ ഒറ്റ ഒരുത്തനില്ല, എല്ലാവരും സ്ഥലം വിട്ടു. സംവാദ ദിവസത്തെ കുറിച്ച് ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറാകാതെ ഈ മുഹമ്മദ് ഈസയും കൂട്ടരും സ്ഥലം വിടുകയാണ് ചെയ്തത്. പക്ഷെ പിറ്റേന്ന് തന്നെ സാക്ഷിയുടെ ആളുകൾ, സാക്ഷിയിലെ സഹോദരന്മാര്, അല്ലെങ്കിൽ അവിടെ ആ പ്രോഗ്രാം സംഘടിപ്പിച്ച അവർ, സാക്ഷിയിൽ സജീവമായിട്ടുള്ള അംഗത്തുള്ളവരല്ല, എന്നാൽ ആ പ്രോഗ്രാം അവിടെ സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത സഹോദരന്മാര്, പാസ്റ്റർമാരൊക്കെയാണ്. അപ്പൊ അവര് പോയി പിറ്റേ ദിവസം തന്നെ മുഹമ്മദ് ഈസയെ പോയി കണ്ടു. സംവാദത്തിന്റെ തീയതി നിശ്ചയിക്കേണ്ടതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. മുഹമ്മദ് ഈസ ഈ സംവാദത്തിന് വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. അപ്പൊ ഈ സംവാദം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടായ 2 സൈഡ് ടോപ്പിക് എന്നുള്ളതിൽ നിന്ന് മാറി മുഹമ്മദ് ഈസയുടെ പുസ്തകത്തിലെ കാര്യത്തിൽ മാത്രം, അതിനകത്തുള്ള വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണെന്ന് സഹോദരന്മാർ പറഞ്ഞു. മുഹമ്മദ് ഈസ അപ്പോഴും വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. എങ്കിലും ഞങ്ങളുടെ സഹോദരന്മാര് വിട്ടില്ല. അവര് വിടാതെ പിന്നെയുമായിട്ട് പലവട്ടം ചെന്നതിന്റെ അനന്തരഫലമായി ഏതാണ്ട് 2 ആഴ്ചയോളം കഴിഞ്ഞപ്പോ മുഹമ്മദ് ഈസ ഞങ്ങൾക്കൊരു കത്ത് നൽകുകയുണ്ടായി. കത്ത് ലോകത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത വിധമുള്ള ഒരു സംവാദമാണ് മുഹമ്മദ് ഈസ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത് ആ കത്ത് വായിച്ചപ്പോഴാണ്. സംവാദത്തിന് അദ്ദേഹം ഘട്ടം ഘട്ടമായി തിരിച്ചിരിക്കുകയാണ്. 1-ാം ഘട്ടം വിഷയാവതരണം, 1.5 മണിക്കൂർ വീതം. 2 കൂട്ടരും വിഷയാവതരണം നടത്തുന്നു, 1.5 മണിക്കൂർ വീതം. വിഷയാവതരണം കഴിഞ്ഞ് വേറൊരു തീയതി തീരുമാനിച്ചിട്ട് 2 കൂട്ടർക്കും വീട്ടിൽ പോകാം. അവിടെ വിഷയാവതരണം മാത്രമേ ഉള്ളൂ, ഖണ്ഡനമൊന്നുമില്ല. ഖണ്ഡനത്തിനുള്ള വേറൊരു തീയതി തീരുമാനിക്കും. 2-ാം ഘട്ടം, വിഷയാവതരണത്തിൽ നിശ്ചയിച്ച ദിവസം, വിഷയാവതരണത്തിൽ ഒരു ദിവസം നിശ്ചയിക്കുന്നുണ്ടല്ലോ, ഇന്ന ദിവസം എന്ന്. അപ്പൊ ആ ദിവസം 2 കൂട്ടരും വന്ന് മറ്റേ കക്ഷി അവതരിപ്പിച്ച വിഷയത്തെ ഖണ്ഡിക്കണം. എന്നിട്ട് അവർക്ക് വീട്ടിൽ പോകാം. പിന്നെ അതിന്റെ മറുപടി പിന്നീട്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. സംവാദത്തിന്റെ പല ഫോർമാറ്റുകളും ഉണ്ട്. കാരണം ഞങ്ങൾ ഈ ഡിബേറ്റിന് വേണ്ടിയിട്ട് കത്തിടപാടുകളൊക്കെ നടത്തുമ്പോൾ അവരോട് ഞങ്ങൾ ചോദിക്കും, ഏത് ഫോർമാറ്റാണ്? പാനൽ ഡിബേറ്റ് വേണോ, അതല്ല 1-to-1 ഡിബേറ്റ് വേണോ? ഇനി 1-to-1 ഡിബേറ്റ് ആണെങ്കിൽ നമുക്ക് ഇന്ന ഫോർമാറ്റുകളിൽ ചെയ്യാം, അല്ല പാനൽ ഡിബേറ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ പല ഫോർമാറ്റുകളിലും ഞങ്ങൾ കത്തയക്കാറുള്ളതാണ്. ഞങ്ങളുമായിട്ട് ഡിബേറ്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്നവർക്ക് കത്തയക്കാറുള്ളതാണ്.
പക്ഷെ ഇങ്ങനെ ഒരു സംവാദ ഫോർമാറ്റ് ഒരിടത്തും ഞങ്ങൾ കണ്ടിട്ടില്ല, ഒരിടത്തും. കാരണം ചിലപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് അവർ പറയും നിങ്ങൾ ഫോർമാറ്റ് അയച്ചതാ, ഞങ്ങൾക്ക് അതിൽ സ്വീകാര്യമായത് ഞങ്ങൾ തെരഞ്ഞെടുക്കാമെന്ന് പറയും. ചിലത് അവർ ഫോർമാറ്റ് അയച്ചു തരും, എന്നിട്ട് ചോദിക്കും ഈ സംവാദ ഫോർമാറ്റ് നിങ്ങൾക്ക് സ്വീകാര്യമാണോ? അപ്പൊ ഞങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ ഞങ്ങൾ അത് അംഗീകരിക്കും, അല്ലെങ്കിൽ പറയും ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനെ എഡിറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ഫോർമാറ്റ് ഇന്നതാണെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് അത് നടക്കാറുള്ളത്. പക്ഷെ ഇതുപോലെ ഒരു സംവാദ ഫോർമാറ്റ് ഒരാളും ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടില്ല. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ അവസാനത്തെ. കാരണം ഇന്ന് വരെ വേറെ ആരും അത് പറഞ്ഞിട്ടില്ല, 10 കൊല്ലമില്ല. ഇന്ന് വരെ ഒരാളും ഇങ്ങനെ ഒരു സംവാദ ഫോർമാറ്റ് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടില്ല. ആകെ ഒരാളെ അയച്ചു തന്നിട്ടുള്ളത് അത് മുഹമ്മദ് ഈസയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ദിവസം വന്ന് ഇരു കക്ഷികളും താങ്കളുടെ വിഷയം അവതരിപ്പിച്ച് വീട്ടിൽ പോവുക, പിന്നെ വേറൊരു ദിവസം വന്ന് വിഷയാവതരണത്തിന് മറുപടി പറയുകയും ഖണ്ഡനം നടത്തുകയൊക്കെ ചെയ്യണം. കഴിഞ്ഞില്ല, ഇനി തമാശയുണ്ട് ഇതിനകത്ത്. സംവാദത്തിൽ ക്രൈസ്തവപക്ഷത്തിന്റെ പ്രമാണമായിട്ട് മുഴുവനും ബൈബിളും ഫുൾ ബൈബിൾ ഉണ്ടല്ല, മുഴുവൻ ബൈബിൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് മുഹമ്മദ് ഈസ പറഞ്ഞത്. ക്രിസ്തുവിന്റെ വാക്കുകൾ മാത്രമേ ക്രൈസ്തവപക്ഷം തങ്ങളുടെ പ്രമാണമായിട്ട് കൊണ്ടുവരുവാൻ പാടുള്ളൂ. അതായത് ഈ റെഡ് ലെറ്റർ ബൈബിൾ ഉണ്ടല്ലോ, കർത്താവിന്റെ വാക്കുകൾ ചുവന്ന അക്ഷരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള റെഡ് ലെറ്റർ ബൈബിള്. അപ്പൊ ആ ചുവന്ന അക്ഷരത്തിലുള്ള കർത്താവിന്റെ വാക്കുകൾ മാത്രമേ സംവാദത്തിൽ ക്രൈസ്തവപക്ഷം തങ്ങളുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ. അതല്ലാതെ ലേഖനങ്ങളിൽ നിന്നോ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നോ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നോ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നിന്നോ ഒരു വാക്യം പോലും ക്രൈസ്തവരായ ഞങ്ങളുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടി ഉദ്ധരിക്കാൻ പാടില്ല. അതൊന്നും പാടില്ല. യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ മാത്രമേ ഉദ്ധരിക്കാൻ പാടുള്ളൂ. അതുമാത്രമല്ല, മുഹമ്മദ് ഈസ ഖുറാനിൽ നിന്നോ ഹദീസുകളിൽ നിന്നോ ഉദ്ധരിക്കുമ്പോൾ അത് ഇസ്ലാമിന്റെ പ്രമാണ ഗ്രന്ഥങ്ങളായിട്ട് ഞങ്ങൾ അംഗീകരിച്ചോളണം. അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അതെങ്ങനെയാണ് നിങ്ങളുടെ പ്രമാണമാകുന്നത്, അതിന്റെ പ്രശ്നമുണ്ട്, അതിന്റെ ആധികാരികത ശരിയല്ല എന്നും പറഞ്ഞ് ഞങ്ങൾ ഒന്നിനെയും ചോദ്യം ചെയ്യാൻ പാടില്ല. മുഹമ്മദ് ഈസ ഉദ്ധരിക്കുന്ന ആ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണോ അതിനെ ഇസ്ലാമിന്റെ പ്രമാണ ഗ്രന്ഥങ്ങളായിട്ട് ഞങ്ങൾ അംഗീകരിച്ചോളണം. പക്ഷേ ഞങ്ങൾ 4 സുവിശേഷങ്ങളിൽ നിന്നും ഉദ്ധരിക്കുന്നതിന് മുമ്പ്, സുവിശേഷങ്ങളിൽ എല്ലാവരും ഉദ്ധരിക്കാൻ പറ്റില്ല, യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ മാത്രമേ ഉദ്ധരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അത് ഉദ്ധരിക്കുന്നതിന് മുമ്പ് അവയുടെ ആധികാരികത, ആ സുവിശേഷങ്ങളുടെ ആധികാരികത ഞങ്ങൾ ബോധ്യപ്പെടുത്തണം. ആരെഴുതി, ആർക്കെഴുതി, എന്നാണ് എഴുതിയത്, എന്നു മുതലാണ് ഇത് ദൈവവചനമായിട്ട് കരുതപ്പെടാൻ തുടങ്ങിയത്, ഇനി ഇത് എഴുതിയ സാധനമെല്ലാം വായിച്ച് പരിശോധിച്ച് അപ്രൂവൽ കൊടുക്കണമല്ലോ. ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ സത്യം തന്നെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പരിശോധിച്ചത് ആരാണ്? യേശുക്രിസ്തു ആണോ പരിശോധിച്ചത്? യേശുക്രിസ്തു അല്ലെങ്കിൽ ആരാണ്? എന്നു മുതലാണ് ക്രൈസ്തവ സമൂഹം ഇത് വായിക്കാൻ തുടങ്ങിയത്? ഇതിനെ എതിർത്ത ആരെങ്കിലും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ തുടങ്ങി പലതും ഉൾക്കൊള്ളിച്ച് അതിന്റെ ആധികാരികത, ആ പുസ്തകം, ഓരോ ഞങ്ങൾ ഉദ്ധരിക്കുന്ന സുവിശേഷങ്ങൾ ഏതൊക്കെയാണോ 4 സുവിശേഷങ്ങൾ ഉദ്ധരിക്കുമ്പോൾ ആ 4 സുവിശേഷങ്ങളുടെ ആധികാരികത ഞങ്ങൾ വ്യക്തമാക്കണം. മുഹമ്മദ് ഈസ ഞങ്ങൾക്ക് നൽകിയ കത്തിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സംവാദം നടത്തേണ്ടത്. അതേസമയം മുഹമ്മദ് ഈസ ഖുറാനിൽ നിന്ന് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാമിന്റെ പ്രമാണമാണ്, ഞങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല. ഹദീസുകളിൽ നിന്ന് ഉദ്ധരിച്ചാൽ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല. നമുക്കറിയാം, ഹദീസിനെയൊക്കെ ശക്തമായിട്ട് എതിർക്കുന്ന ആളുകളുണ്ട്. ഹദീസുകളൊക്കെ വ്യാജ എഴുത്തുകളാണെന്ന് പറയുന്ന, അബൂ ഹുറൈറയുടെ കള്ളക്കളികളാണ് അതൊക്കെ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ ചാനൂർ മൗലവിയെ പോലുള്ള ആളുകൾ, ഖുറാനിസ്റ്റുകൾ, ഇങ്ങനെയുള്ളവരൊക്കെ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെയുണ്ട്. ഇനി സുന്നികളുടെ പല ഹദീസുകളെയും മുജാഹിദുകൾ അംഗീകരിക്കുന്നില്ല, മുജാഹിദുകളുടെ ഹദീസുകളെ പലതും സുന്നികളും അംഗീകരിക്കുന്നില്ല. അങ്ങനെ അതിന്റെ പേരിൽ തന്നെ ഇവന്മാര് പരസ്പരം അടിയാണ്. എന്നാൽ പുതിയ നിയമത്തിന്റെ കാര്യത്തിൽ, സുവിശേഷങ്ങളുടെ കാര്യത്തിലായാലും അപ്പോസ്തല പ്രവൃത്തിയുടെ കാര്യത്തിലായാലും ലേഖനത്തിന്റെ കാര്യത്തിലായാലും ഇവിടെ ഒരാൾക്കും എതിരഭിപ്രായമില്ല. എല്ലാ ക്രൈസ്തവരും അതിനെ അംഗീകരിക്കുന്നതാണ്. എന്നിട്ടാണ് മുഹമ്മദ് ഈസ ഇങ്ങനെയുള്ള ന്യായമൊക്കെ കൊണ്ടുവരുന്നത്. ഇതാണ് ഇന്റലക്ച്വൽ ഓണസ്റ്റി ഇല്ലായ്മ എന്ന് പറയുന്നത്, ഭൗതിക സത്യസന്ധത ഇല്ലായ്മ എന്ന് പറയുന്നത്. ഈ ക്രിസ്ത്യാനികളുടെ വിശ്വാസം തെറ്റാണെന്നും പറഞ്ഞ് മുഹമ്മദ് ഈസ പുസ്തകങ്ങൾ എഴുതുമ്പോൾ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഏത് പുസ്തകങ്ങളിൽ നിന്ന് വേണമെങ്കിലും മുഹമ്മദ് ഈസയ്ക്ക് ഉദ്ധരിക്കാം. കാരണം മുഹമ്മദ് ഈസ ഇങ്ങനെയുള്ള പല പുസ്തകങ്ങളിൽ നിന്നും, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമായിട്ടുള്ള പല പുസ്തകങ്ങളിൽ നിന്നും ഈസ ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷെ ക്രൈസ്തവപക്ഷം മുഹമ്മദ് ഈസയുടെ ഈ ചവറ് പുസ്തകങ്ങൾക്ക് മറുപടി പറയാൻ വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ മാത്രം ഉദ്ധരിച്ചിട്ടേ മറുപടി പറയാൻ പാടുള്ളൂ. അതങ്ങനെ ഉദ്ധരിക്കുന്നതിന് മുമ്പേ ആ ഗ്രന്ഥങ്ങളുടെ ആധികാരികത ഞങ്ങൾ വ്യക്തമാക്കുകയും വേണം. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, അന്ന് മുഹമ്മദ് ഈസ രാത്രി 9 മണിക്ക് ഓഡിറ്റോറിയത്തിൽ വന്ന് ഞാനിപ്പോ സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞ് ഞങ്ങളെ വെല്ലുവിളിച്ചത് പെരുമ്പാവൂരുള്ള മുസ്ലിങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ്, അല്ലാതെ സംവാദത്തിന് വരാൻ വേണ്ടിയല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ മുഹമ്മദ് ഈസ സ്റ്റേജ് സംവാദത്തിന് വരില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ അതൊരു റിട്ടൺ ഡിബേറ്റ് ആക്കി മാറ്റാൻ തീരുമാനിച്ചു, എഴുത്ത് ഡിബേറ്റ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് A4 സൈസിൽ 156 പേജ് വരുന്ന ഒരു മറുപടി ഞങ്ങൾ ഈസയ്ക്ക് അയച്ചു.
ഈസയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാദങ്ങളെല്ലാം ഖണ്ഡിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ കത്തയച്ചത്. സ്റ്റേജ് ഡിബേറ്റിന് വരാനല്ലേ ഈസയ്ക്ക് ബുദ്ധിമുട്ട്? ശരി, വരണ്ട. ഞങ്ങൾ അയച്ച ഖണ്ഡനത്തിന് മറുപടി പറയട്ടെ. ഇദ്ദേഹത്തിന് ഇസ്ലാമിക വിഷയത്തിൽ അറിയില്ല എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വായിച്ചതിന് ശേഷം ഇസ്ലാമിക പണ്ഡിതന്മാരെടുത്തിയല്ല, ഇസ്ലാമിക പണ്ഡിതന്മാരെടുത്തി എന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇസ്ലാം സംബന്ധമായിട്ട് ക്രിസ്ത്യാനികൾ പറയുന്നുണ്ട്. ഇതിനുള്ള മറുപടി എന്താണ്, ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നുള്ള മറുപടി എന്താണെന്നൊക്കെ അന്വേഷിച്ചറിഞ്ഞിട്ട് മറുപടി ഞങ്ങൾക്ക് തരാമല്ലോ. അത് ആ മറുപടിയൊക്കെ ചേർത്തുകൊണ്ട് ഞങ്ങളുടെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു മറുപടി അയക്കാമല്ലോ. അപ്പൊ ആ മറുപടി കിട്ടിക്കഴിയുമ്പോൾ അതിനുള്ള പ്രതികരണം ഞങ്ങൾ കൊടുക്കാം. മനസ്സിലായ? അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡനവും പ്രതിഖണ്ഡനവുമായി കഴിഞ്ഞാൽ അവസാനം ഇത് ഉപസംഹരിച്ചു കഴിയുമ്പോൾ ശരി, ഇത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ അത്രയും ദീർഘമായ ഒരു കത്ത്, A4 സൈസിൽ 156 പേജ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ പുസ്തകങ്ങൾ ആ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അത് 156 അല്ലേ, അപ്പോൾ 312 പേജ് ഉണ്ടാവും. 312 പേജുള്ള ഒരു പുസ്തകത്തിന്റെ വലിപ്പം നിങ്ങൾ ഊഹിക്കുക. അപ്പൊ അത്രയും ഇതാണ് ഞങ്ങൾ അയച്ചത്. പക്ഷെ എന്ത് ചെയ്യാം, ഞങ്ങളുടെ ആ കത്തിന് മുഹമ്മദ് ഈസ ഇന്നുവരെ ഒരു മറുപടിയും അയച്ചിട്ടില്ല. കൊല്ലം ഏതാണ്ട് 10 ആകാൻ പോകുന്നു. 10 കൊല്ലത്തിന് ഇതായി. അത് ജനുവരിയിലൊക്കെ ആയിരുന്നു ഈ സംഭവം, 2014 ജനുവരിയിൽ. ഇപ്പൊ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാൽ ജനുവരി ആകുമല്ലോ. അപ്പൊ ഇന്ന് വരെ ആ കത്തിന് മുഹമ്മദ് ഈസ മറുപടി തന്നിട്ടില്ല. അതിനുശേഷം 2014 വാട്സാപ്പിൽ വെച്ച് ഈസയും കൂട്ടരും ഞങ്ങളോട് സംവാദത്തിന് വെല്ലുവിളി നടത്തിയിരുന്നു. ഒറ്റ സംവാദമല്ല, ആഴ്ചയിൽ ഒരു ദിവസം സംവാദം. അങ്ങനെ എത്ര ആഴ്ച വേണമെങ്കിലും പോകാം. ഒരു വിഷയം ആഴ്ചയിൽ ഒരു ദിവസം സംവാദത്തിന് എടുക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച വേറെ വിഷയം, അങ്ങനെ ആയിട്ട് എത്ര ആഴ്ച വേണമെങ്കിലും പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ, ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറി വന്നിട്ട് ഇവരുടെ ആളുകൾ വെല്ലുവിളിച്ചതാണ് അങ്ങനെ ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ പറഞ്ഞു ശരി, സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് സംവാദം ഞങ്ങൾ ഏറ്റെടുത്തു. അപ്പൊ അവർ പറഞ്ഞു മുഹമ്മദ് ഈസ സംവാദത്തിന് ഒറ്റയ്ക്കല്ല വരുന്നത്, ഒരു മൗലവിയും കൂടി ഉണ്ടാവും, അല്ലെങ്കിൽ ഇസ്ലാമിക പക്ഷത്തു നിന്ന് ഒരാളും കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞങ്ങൾ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ സംവാദത്തിന് വേണ്ടി മുസ്ലിങ്ങൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അവരുടെ ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന്റെ അഡ്മിൻസ് ഒക്കെ അവർ തന്നെ, ഞങ്ങളുടെ ആരുമില്ല. അപ്പൊ ഞങ്ങൾ സംവാദത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നതേ ഉള്ളൂ. എല്ലാവരും അവരുടെയാണ്. ഞാനും സിനേഷ് എന്ന ഒരു സഹോദരനുമാണ് ക്രൈസ്തവ പക്ഷത്തു നിന്നുള്ള സംവാദകര്. ഇസ്ലാം പക്ഷത്ത് നിന്ന് മുഹമ്മദ് ഈസയും പിന്നെ ഒരു അഷ്റഫ് മൗലവിയും. സംവാദത്തിന്റെ വിഷയം മുസ്ലിങ്ങളാണ് തിരഞ്ഞെടുത്തത്. ഒന്നാമത്തെ സംവാദം എന്ന് പറയുന്നത് മുഹമ്മദിന്റെ പേര് കേൾക്കുമ്പോൾ മുസ്ലിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എന്ന വിഷയമാണ് സംവാദത്തിനായിട്ട് അവർ തിരഞ്ഞെടുത്തത്. അപ്പൊ ഞങ്ങൾ ഖുർആന്, ഹദീസുകളും തഫ്സീറുകളും താരീഖുകളും ഒക്കെ വെച്ച് സ്വലാത്ത് ഒരു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നെന്നും മുഹമ്മദിനെയോ മുഹമ്മദിന്റെ കുടുംബക്കാരെയോ രക്ഷിക്കാൻ അല്ലാഹുവിന് കഴിഞ്ഞില്ലെന്നും അതുമാത്രമല്ല അല്ലാഹുവും മലക്കുകളും മുഹമ്മദിന് ഇപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ സ്ഥാപിച്ചു. ഒക്കെ ഇവരെ പ്രമാണത്തിൽ നിന്ന് ഞങ്ങൾ എടുത്ത് സ്ഥാപിച്ചതാണ്. അതിനെ ഖണ്ഡിക്കാൻ ഈസയ്ക്കാകട്ടെ അഷ്റഫ് മൗലവിക്കാകട്ടെ സാധിച്ചില്ല. അത് കഴിഞ്ഞ് മുഹമ്മദ് മദ്യം കുടിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ള വിഷയമാണ് അവർ സംവാദത്തിന് തെരഞ്ഞെടുത്തത്. ഈ വെള്ളടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യനിരോധനം വരുന്നതിന് മുമ്പുള്ള കാലത്ത് മുഹമ്മദ് മദ്യം കുടിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ള വിഷയം. ഇത് ഒരു തർക്ക വിഷയം പോലുമല്ല. ഒരുമാതിരി മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ്. മദ്യനിരോധനത്തിന് മുമ്പ് അവിടെയുള്ള എല്ലാവരും സഹാബിമാരാകട്ടെ പ്രവാചകനാകട്ടെ മദ്യപിച്ചിരുന്നതാണ്. പിന്നീട് ഈ നിരോധനം വന്നപ്പോൾ ഘട്ടം ഘട്ടമായിട്ടുള്ള നിരോധനം വന്നു. ആദ്യത്തെ ഘട്ട നിരോധനത്തിൽ തന്നെ നബി ഇത് ഒഴിവാക്കി. നബി ഇത് കുടിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയെന്ന് ബാക്കിയുള്ള സഹായിമാര് പിന്നെയും കുടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവസാനത്തെ നിരോധനത്തോടുകൂടിയാണ് എല്ലാവരും അത് പൂർണ്ണമായിട്ട് വിട്ടുകളഞ്ഞതെന്നൊക്കെ ഈ മുസ്ലിങ്ങൾ തന്നെ സമ്മതിക്കുന്നതാണ്. ഇവരുടെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളതാണ്. അതിനകത്ത് സത്യം പറഞ്ഞാൽ ഒരു സംവാദത്തിന്റെ ആവശ്യം പോലും ഇല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു വിഷയമാണ് ഇവർ സംവാദത്തിന് തിരഞ്ഞെടുത്തത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയുള്ള നിസ്സാര വിഷയങ്ങൾ എടുക്കാതെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംവാദത്തിന് എടുക്കുക. അതും 1 സൈഡ് ടോപ്പിക് അല്ലാതെ 2 സൈഡ് ടോപ്പിക് എടുക്കുക. ഇപ്പൊ ഇതെല്ലാം മുഹമ്മദിന്റെ കേസാണ്. സ്വലാത്തിന്റെ കാര്യത്തിൽ വന്നാൽ മുഹമ്മദിന്റെയാണ്. മുഹമ്മദ് വെള്ളടിച്ചിരുന്നു എന്നുള്ളത് അവരെയാണ്. ഞങ്ങളുടെ ഭാഗം അവിടെ ഒന്നും പറയാനില്ല. അപ്പൊ ഒരു 2 സൈഡ് ടോപ്പിക് എടുക്കണം. അതായത് യേശുക്രിസ്തുവിന്റെ ദൈവത്വം, അല്ലാഹുവിന്റെ ദൈവത്വം അതെടുക്കുക. അല്ലെങ്കിൽ പൗലോസിന്റെ അപ്പോസ്തലത്വവും മുഹമ്മദിന്റെ പ്രവാചകത്വവും, അതല്ലെങ്കിൽ ബൈബിളിന്റെ ദൈവീകതയും ഖുർആന്റെ ദൈവീകതയും, അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ തൗഹീദും ബൈബിളിലെ ദൈവത്തിന്റെ ത്രിയേകത്വവും, അതുമല്ലെങ്കിൽ ബൈബിളിലെ രക്ഷാമാർഗം, ഇസ്ലാമിലെ രക്ഷാമാർഗം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഞങ്ങൾ അവരുടെ മുമ്പാകെ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിലേതെങ്കിലുമൊക്കെ എടുത്തൊരു ഡിബേറ്റ് നടത്തി. പക്ഷെ അവരതിന് തയ്യാറായില്ല. മുഹമ്മദിനോ അല്ലാഹുവിനോ ഖുർആനോ ഇസ്ലാമിനോ പരിക്ക് പറ്റാത്ത കാര്യങ്ങളിലെ അവർ സംവാദത്തിന് തയ്യാറാകുന്നുള്ളൂ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അത് ശരിയാവില്ല. കാരണം ഈ സംവാദം എന്ന് പറയുന്നത് ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങും. ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 10, 11, 12 മണി വരെയൊക്കെ അങ്ങ് നീണ്ടുപോവാണ്. സംവാദം അത്രയും നീണ്ടുപോകുന്നതാണ്. ഇത് നമ്മൾ സാധാരണ ഈ ക്ലബ് ഹൗസിലെ സംവാദം പോലെയല്ല. ഇവരിടുന്ന ഈ ക്ലിപ്പ് ഇപ്പോ
വിഷയാവതരണത്തിന് വേണ്ടിയിട്ട് 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെയുള്ള ക്ലിപ്പുകൾ ഇടുന്നു. അരമണിക്കൂറുണ്ട് വിഷയാവതരണം. അപ്പൊ 2-3 ക്ലിപ്പുകളായിട്ട് അല്ലെങ്കിൽ 2 ക്ലിപ്പൊക്കെ ആയിട്ട് ഇടുന്നു. അപ്പൊ ഇത് അവരിട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് കേട്ട് നോക്കണം. അപ്പൊ അതിന് അരമണിക്കൂർ ഞങ്ങൾ പോകുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം വേണം ഞങ്ങൾ മറുപടി തയ്യാറാക്കാൻ. മറുപടി തയ്യാറാക്കിയിട്ട് ഞങ്ങൾ അത് പുസ്തകങ്ങളൊക്കെ പരിശോധിച്ച് അതിന് വേണ്ടുന്നെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ ആദ്യം വിഷയാവതരണം 2 കൂട്ടരും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഖണ്ഡനത്തിന്റെ കാര്യമാണ് പറയുന്നത്. വിഷയാവതരണം പ്രശ്നമില്ല, ഇത് ഇട്ടു, അപ്പൊ തന്നെ മറ്റേ ആൾ ഇടുന്നു. 2 കൂട്ടർ മുമ്പേ ഇത് വെച്ചിട്ടുണ്ടായിരിക്കും, വോയിസ് ക്ലിപ്പായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് അങ്ങ് ഇടുന്നേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഇത് കേൾക്കാൻ സമയം. അത് കഴിഞ്ഞിട്ട് അതിനുള്ള മറുപടി നമ്മൾ തയ്യാറാക്കിയിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പൊ കുറെ സമയം പിടിക്കും. അവർക്കും 2 കൂട്ടർക്കും ഈ സമയം പോകുന്നുണ്ട്. അപ്പൊ ഈ ആളുകളെല്ലാം ഇത് കേൾക്കാനിരിക്കുകയാണ്. അത് കൃത്യസമയമാകുമ്പോൾ കമന്റ് ഇടണം. കമന്റ് അല്ല, വോയിസ് ക്ലിപ്പായിട്ട് തെളിവിന് വേണ്ടിയിട്ട് നമുക്ക് ടെസ്റ്റ് ഇടാം. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അത് കഴിഞ്ഞ് അത് കേട്ട് നോക്കുന്നു. അത് കേട്ടതിന് ശേഷം അത് മറുപടി പറയുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ സമയം കുറെ പിടിക്കും, കുറെ സമയം പോകുന്നുണ്ട്. അപ്പൊ ഈ രാത്രി 10, 11, 12 മണി വരെയൊക്കെ നമ്മൾ ഇരിക്കേണ്ടി വരികയാണ്. അപ്പൊ അത്രയും സമയം ചെലവഴിച്ചിട്ടും ആളുകൾക്ക് പ്രയോജനമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും സംവദിക്കുന്നില്ലെങ്കിൽ അത് വേസ്റ്റാണ്. അപ്പൊ അങ്ങനെ സമയം വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞവരോട് ഇനിയെങ്കിലും നിങ്ങൾ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സംവാദത്തിന് തയ്യാറാകണമെന്ന്. അപ്പൊ അതിന് അവർ പറഞ്ഞ മറുപടിയാണ് രസം. ഈ മുഹമ്മദ് ഈസയുടെ വാലായിട്ട് നടക്കുന്ന ഒരുത്തനുണ്ട്, ആലുവക്കാരൻ ഹംസയാണ് അത് പറഞ്ഞത്. ഹംസ ഈ മരത്തിന്റെ ബിസിനസ് ഒക്കെ നടത്തുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളി കൊണ്ടുവന്ന ഉദാഹരണവും മരവുമായി ബന്ധപ്പെട്ടതാണ്. ഹംസ പറയാണ്, കാട്ടിൽ വലിയ മരങ്ങൾ വെട്ടുന്നതിന് മുമ്പേ താഴെയുള്ള കുറ്റിക്കാടുകളൊക്കെ വെട്ടി വൃത്തിയാക്കണം. അങ്ങനെ താഴെയൊക്കെ ആ കുറ്റിക്കാടുകളും മറ്റുമൊക്കെ വെട്ടി വൃത്തിയാക്കി നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിയെടുത്താലേ വലിയ മരങ്ങളൊക്കെ വെട്ടാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ആദ്യം തന്നെ വലിയ മരം വെട്ടാൻ പോയാൽ അത് വെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ ഈ ഹംസയുടെ ഈ ഉദാഹരണം, അതായത് ആദ്യം തന്നെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ സംവാദം നടത്തിയതിന് ശേഷം വലിയ വലിയ വിഷയങ്ങളിൽ സംവാദം നടത്താമെന്നാണ് ഹംസ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അത് കേട്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഈ കുറ്റിക്കാടുകൾ വെട്ടാൻ മരം വെട്ടുകാരും വേണ്ട, തൊഴിലുറപ്പുകാരായാലും മതിയല്ലോ. അപ്പൊ ഞാനും സിനേഷ് ബ്രദറും ഒക്കെ മരം വെട്ടുകാരാണ്. അപ്പൊ മരം വെട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് നിങ്ങൾ ഈ തൊഴിലുറപ്പുകാരുടെ പണിയെടുപ്പിക്കുന്നത്. ശരിയായ കാര്യമല്ല. നിങ്ങൾക്ക് ചെറിയ ചെറിയ വിഷയങ്ങളിലാണ് സംവാദം നടത്തേണ്ടതെങ്കിൽ അതിന് പറ്റിയ സഹോദരന്മാർ ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ അവരുമായിട്ട് സംവാദം നടത്തൂ. ഞങ്ങളുടെ വളർന്നു വരുന്ന സഹോദരന്മാർക്ക് ഒരു എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ഡിബേറ്റ് നടത്തിയിട്ടാണല്ലോ പരിചയത്തിൽ ഇങ്ങനെ വരുന്നത് അവര്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യും. അതല്ല, ഞാനും സിനേഷും ഒക്കെയാണ് സംവാദത്തിന് വരേണ്ടതെങ്കിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾ സംവാദത്തിന് തയ്യാറാകണമെന്ന് അവർ സമ്മതിച്ചില്ല. പിന്നെയും ഒരു അപ്രധാന വിഷയം സംവാദത്തിനെടുത്തു. അതിലും ഞങ്ങളൊക്കെ സംവാദം നടത്തി, പിന്മാറണ്ടെന്ന് വെച്ചിട്ട് സംവാദം നടത്തി. അങ്ങനെ 3ാമത്തെ സംവാദവും കഴിഞ്ഞു. 3ാമത്തെ സംവാദം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇനി അടുത്ത സംവാദത്തിന്റെ വിഷയം ഞങ്ങൾ പറയുന്നത് നിങ്ങൾ എടുക്കണം. ഈ 3 വട്ടമായിട്ട് നിങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ ഞങ്ങൾ എടുത്തു. ഇനി അടുത്തത് ഞങ്ങൾ പറയുന്നത് എടുക്കണം. അള്ളാഹുവിന്റെ ദൈവത്വവും യേശു ക്രിസ്തുവിന്റെ ദൈവത്വവും എന്നുള്ളതാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. ആ വിഷയത്തിലായിരിക്കും ഞങ്ങൾ സംവാദം നടത്തുക. അപ്പൊ ഈസയും കൂട്ടർ സമ്മതിച്ചില്ല. അവർ വേറെ ഏതോ ഒരു വിഷയമാണ് നിർദ്ദേശിച്ചത്. ഞങ്ങളത് അംഗീകരിച്ചില്ല. ഞങ്ങൾ പറഞ്ഞ വിഷയത്തിലായിരിക്കും ഞങ്ങൾ സംവാദം നടത്തുക, ഞങ്ങളുടെ വിഷയാവതരണം അതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പിരിഞ്ഞു. അപ്പൊ ഇവര് ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംവാദത്തിന് എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത്. ഈ വാട്സാപ്പിൽ വെച്ച് പല പല ഗ്രൂപ്പുകളിൽ ഞങ്ങൾ ചർച്ച നടത്തുന്നത് കേട്ടിട്ട് പല മുസ്ലിങ്ങളും മനസ്സുകൊണ്ട് ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടുണ്ട്. അവരുടെ ഈ മതനിരാസം അവർ പബ്ലിക്കിൽ പറയുന്നില്ല. ആ സമയത്ത് ഇപ്പൊ കുറെ പേരൊക്കെ അത് പറഞ്ഞു, അന്ന് അത് പറയുന്നില്ല. ഇവരുടെ മനസ്സിനകത്ത് ഇവര് ഇസ്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ്, മനസ്സുകൊണ്ട് ഇസ്ലാം വിട്ടുകളഞ്ഞു. അപ്പൊ അവരെ ഇസ്ലാം എന്ന കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിച്ചത് ഞങ്ങളായതുകൊണ്ട് ഞങ്ങൾ പറയുന്ന വാദങ്ങളും മറ്റുമൊക്കെ കേട്ടിട്ടാണ് അവർക്ക് മനസ്സിലായത് ഇത് പൊള്ളത്തരമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് വിട്ടുപോകുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്നേഹവും നന്ദി അവർക്ക് ഞങ്ങളോടുണ്ട്, ആ കെണിയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തിയല്ലോ എന്നുള്ളത്. അപ്പൊ അവര് ഈ മതം ഉപേക്ഷിച്ചു എന്ന കാര്യം പരസ്യമായി പ്രഖ്യാപിക്കാത്തത് കൊണ്ട് ഇസ്ലാമിക പക്ഷത്തുള്ളവരെല്ലാം അവരെ മുസ്ലിങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത്. മുർത്തദായി എന്നുള്ളത് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ മാത്രമുള്ള പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ ഈ മുർത്തദായിരിക്കുന്ന ആൾക്കാരും മെമ്പർമാരാണ്. അവർ വഴിയാണ് ഞങ്ങൾക്ക് ഇവരുടെ വിവരങ്ങൾ ചോർന്നു കിട്ടുന്നത്. ഈ ആദ്യത്തെ ഡിബേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ, സ്വലാത്തിലെ ഡിബേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈസയ്ക്കും അഷ്റഫ് മൗലവിക്കും ഹംസയ്ക്കും ഒക്കെ മനസ്സിലായി പണി വാളി എന്നുള്ളത്. സംവാദത്തിന് വെല്ലുവിളിച്ചത് ഞങ്ങളല്ല, അവരാണ്. ഞങ്ങൾ സംവാദ വെല്ലുവിളി സ്വീകരിച്ചവരാണ്. മാത്രമല്ല ഞങ്ങളുടെ ഗ്രൂപ്പിൽ വെച്ചല്ല, അവരുണ്ടാക്കി അവരുടെ ഗ്രൂപ്പിൽ വെച്ചാണ് സംവാദം നടക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നു, സംവാദകരായിട്ട് ചെല്ലുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് സംവാദത്തിന് പിന്മാറാൻ പറ്റില്ല. അവർ പിന്മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിൽ യാതൊരു വിലയും മുഹമ്മദ് ഈസയ്ക്കാകട്ടെ ഈ അഷ്റഫ് മൗലവിക്കാകട്ടെ അതല്ലെങ്കിൽ കൂടെയുള്ള ഹംസ മറ്റു ടീമുകൾ ഇവർക്കൊന്നും ഒരു വിലയുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട്
സംവാദത്തിൽ നിന്ന് ഞങ്ങൾ എങ്ങനെയെങ്കിലും പിന്മാറിപ്പോണം. ഞങ്ങൾ പിന്മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രശ്നമില്ല, അവരുടെ ഇമേജ് ഒരു കുഴപ്പമില്ലാതെ സംരക്ഷിക്കപ്പെടും. അപ്പൊ ഞങ്ങൾ അങ്ങനെ പിന്മാറി പോകുന്നത് വരേക്കും സംവാദങ്ങൾ നടത്തണം. പക്ഷെ ആ നടക്കുന്ന സംവാദങ്ങളിൽ ഇസ്ലാമിന് വലിയ തോതിലുള്ള തട്ടുകേടുകളൊന്നും കിട്ടരുത്. അത് വിചാരിച്ചിട്ടാണ് ഇവര് ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് സംവാദം നടത്താൻ തയ്യാറാകാതെ, ആ വിഷയങ്ങളിലേക്ക് സംവാദം കൊണ്ടുപോകാതെ ഈ അപ്രധാനമായ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സംവാദം നടത്താൻ തയ്യാറായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംവാദം നടത്താതെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ സംവാദം നടത്തി ഇത് കുറെ ആകുമ്പോൾ ഞങ്ങൾക്ക് മടുപ്പ് വരും. കാരണം ഇത്രയും സമയവും കളഞ്ഞ് ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു 2 മണി മുതൽ രാത്രി 10-11 മണി വരെ വേറെ ഒരു പണിക്ക് പോകാൻ പറ്റില്ല. അത് വീട്ടിലത്തെ ഒരു കാര്യത്തിന് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. അന്ന് എന്റെ കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ഒരു കുഞ്ഞേ ഉള്ളൂ, അന്ന് ചെറിയ കുഞ്ഞാണ്. അപ്പൊ ആ കുഞ്ഞിനെ നോക്കണം, വൈഫ് ഒറ്റയ്ക്ക് നോക്കുന്നു, വേറെ ആരും ഇല്ല. അപ്പൊ ഇതിലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ദിവസം ഡിബേറ്റിന് ഒരു 2 മണി മുതൽ രാത്രി ഒരു 10-11 മണി വരെ, അല്ലെങ്കിൽ ഒരു 12 മണി വരെ, 12 മണിക്ക് അപ്പുറം പോയിട്ടില്ല, 12 മണി വരെ പരമാവധി വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ അതിൽ തന്നെ മുഴുകിയിരിക്കേണ്ടി വരികയാണ്. ഒരു കോള് വന്നാൽ പോലും എടുക്കാൻ സമയമില്ല. കാരണം ഇവരുടെ ഈ ക്ലിപ്പ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ആ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിനകത്ത് കുറെ ആൻസർ വരും. പിന്നെ അതൊന്ന് ഉറപ്പിക്കാൻ പുസ്തകങ്ങൾ പരിശോധിച്ച് നോക്കി, ഹദീസും അതും ഇതും ഒക്കെ പരിശോധിച്ച് അതിൽ നിന്നെല്ലാം ചേർത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ മറുപടി ഇടണം. മറുപടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ മറുപടി കേൾക്കണം. ഇതിങ്ങനെ ഇങ്ങനെ അങ്ങ് പോവുകയാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മടുപ്പ് വരും. കാരണം ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടും പ്രയോജനമുള്ള ഒരു കാര്യത്തിലേക്ക് അത് എത്തുന്നില്ല. അള്ളാഹു ദൈവമാണോ അല്ലയോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൈവത്വോ യേശുക്രിസ്തുവിന്റെ ദൈവത്വോ, ആ ഡിബേറ്റ് ഒക്കെ നടന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് സ്ഥാപിക്കാൻ പറ്റും അള്ളാഹു ദൈവമല്ല എന്നും യേശു ക്രിസ്തുവാണ് ദൈവം എന്നുള്ളത് ഞങ്ങൾക്ക് സ്ഥാപിക്കാൻ പറ്റും. അല്ലെങ്കിൽ പൗലോസിന്റെ അപ്പോസ്തലത്വവും മുഹമ്മദിന്റെ പ്രവാചകത്വവും ഞങ്ങൾക്ക് സ്ഥാപിക്കാൻ പറ്റും. പൗലോസ് അപ്പോസ്തലനാണെന്നും മുഹമ്മദ് കള്ളപ്രവാചകനാണെന്നുള്ള കാര്യം. അല്ല, ഖുർആന്റെയും ബൈബിളിന്റെയും ദൈവികതയിൽ ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. ഈ ഖുർആൻ എന്ന് പറഞ്ഞ ഒരു യുദ്ധ പുസ്തകമാണ്, കാലഘട്ടത്തിന് ചേരാത്ത ഒരു പഴഞ്ചൻ പുസ്തകം, ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. പക്ഷെ ബൈബിള് ഇന്നും പുതുമയോടുകൂടെ നിലനിൽക്കുന്ന ഗ്രന്ഥമാണ്. ലോകത്തിലെ മനുഷ്യവംശങ്ങളുടെയൊക്കെ ചരിത്രത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള, പുരോഗതിയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയിട്ടുള്ള പുസ്തകമാണത്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിലേക്കൊന്നും കടക്കാതെ നിസാര വിഷയങ്ങളിലാണ് ഇവർ ഡിബേറ്റ് നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഇത് മടുത്തിട്ട് ഇട്ടിട്ട് പോകും. അങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും. അതൊക്കെയാണ് ഇവർ പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇവർ മെയിൻ വിഷയങ്ങളിലേക്ക് ഒന്നും പോകാതെ ഡിബേറ്റ് നടത്തുന്നത്. അപ്പൊ ഈ വിവരം ഞങ്ങൾക്ക് ചോർന്ന് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ അടുത്ത സംവാദം അള്ളാഹുവിന്റെ ദൈവത്വവും യേശുക്രിസ്തുവിന്റെ ദൈവത്വവും ആയിരിക്കും എന്ന് അവരോട് പറഞ്ഞത്. അങ്ങനെ അടുത്ത സംവാദ ദിവസം വന്നു. അപ്പൊ വിഷയാവതരണം നടത്തണം, 2 കൂട്ടർ നടത്തണം. ആദ്യത്തെ കൂട്ടരെ വോയിസ് ഇട്ട് കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ മറ്റേ കൂട്ടർ വിടണം. അങ്ങനെയാണ് കരാർ. അപ്പൊ അവരാണെന്ന് തോന്നുന്നു ആദ്യത്തെ വിഷയാവതരണം നടത്തിയത്. ഞങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചിങ്ങനെ കേട്ടുള്ളൂ. കേട്ട് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു വിഷയമാണ്, അതെനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞങ്ങളെ മൈൻഡ് ചെയ്യാൻ പോലെ ഞങ്ങൾ മുമ്പേ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വോയിസ് വാട്സാപ്പിൽ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ അത് ഞങ്ങൾ ഇട്ട് കൊടുത്തു. അള്ളാഹു ദൈവമല്ല എന്നും യേശുക്രിസ്തു ദൈവമാണെന്നും പറഞ്ഞുകൊണ്ടുള്ള വിഷയാവതരണമാണ്. അപ്പൊ ആദ്യത്തെ ക്ലിപ്പ് ഇടുന്നത് സിനേഷ് ബ്രദറാണ്. ആ ക്ലിപ്പ് കുറച്ച് കേട്ടപ്പോൾ തന്നെ ഇവരുടെ കൺട്രോൾ പോയി, ഈസയുടെയും കൂട്ടരുടെയും കൺട്രോൾ പോയി. അന്ന് ഈ വാട്സാപ്പിന്റെ സെറ്റിങ്സ് ഇന്നത്തേത് പോലെയല്ല. മറ്റുള്ളവരുടെ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ ഗ്രൂപ്പ് അഡ്മിൻസിന് പറ്റില്ല. നമ്മളിടുന്ന മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, ആരിട്ട് കഴിഞ്ഞാലും. അപ്പൊ സിനേഷ് ഇട്ട ആ ക്ലിപ്പ് ഇവർക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആളുകളൊക്കെ കേൾക്കും. ഇവർക്ക് പരമാവധി ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് സിനേഷിനെ പുറത്താക്കുക എന്നുള്ളതാണ്. പക്ഷെ സിനേഷിനെ പുറത്താക്കിയാലും സിനേഷ് ഇട്ട മെസ്സേജ് അവിടെ എടുക്കും, മനസ്സിലായോ? അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു ദൈവം എന്നുള്ളത് പോയിട്ട് അസ്തിത്വം തെളിയിക്കാൻ പോലും കഴിയാത്ത വെറും ഒരു സാങ്കല്പിക സൃഷ്ടി മാത്രമാണ് എന്ന് ഖുറാനും ഹദീസുകളും വെച്ച് തെളിയിച്ചുകൊണ്ട് ഞങ്ങളുടെ വിഷയാവതരണം, ഞങ്ങളുടെ പേപ്പർ ഞങ്ങൾ അവിടെ ഇട്ടതോടുകൂടെ ഇസ്ലാമിക പക്ഷം ആകെ വയലന്റായി. അവർ ഞങ്ങൾ കുറെ ചീത്തയൊക്കെ പറഞ്ഞു. ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാനേ പോയില്ല. ഈ വിഷയത്തിലേ ഞങ്ങൾ സംവാദത്തിനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തിന്റെ ബാക്കിയുള്ളതും കൂടി ഇട്ടു. അതും സുരേഷ് ബ്രദറാണ് ഇട്ടത്. അത് ഞങ്ങൾ മുമ്പേ തീരുമാനിച്ചത്. ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ ആദ്യം സുരേഷ് ബ്രദറിനെ അവർ പുറത്താക്കി. അത് സുരേഷ് ബ്രദർ രണ്ടാമത്തെ ക്ലിപ്പ് ഇട്ടതോടുകൂടി സുരേഷ് ബ്രദറിനെ പുറത്താക്കി. അപ്പൊ സുരേഷ് ബ്രദർ ഇട്ടതിന്റെ ബാക്കി ഞാനിട്ടു. 30 മിനിറ്റാണ് മൊത്തം ഉള്ളത്. ആ 30 മിനിറ്റ് എത്ര ക്ലിപ്പായിട്ട് വേണമെങ്കിലും ഇടാം. പരമാവധി 2 ക്ലിപ്പാണ് ഞങ്ങൾ ഏറ്റവും കുറച്ച് ചെയ്യുന്നത്. കൂടിക്കഴിഞ്ഞാൽ 3-4 ക്ലിപ്പായിട്ടൊക്കെ ഇടാറുണ്ട്. അപ്പൊ ബാക്കിയുള്ളത് ഞാനും ഇട്ടു. ഞാനിട്ടതോടുകൂടി എന്നെയും പുറത്താക്കി ഗ്രൂപ്പിൽ നിന്ന്.
അപ്പൊ ബാക്കി സഹോദരന്മാര് ഞങ്ങളപ്പോ വേറൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളുടെ ക്രൈസ്തവർ മാത്രമുള്ളത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് ഇവർ പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മുന്നമേ അറിയാമായിരുന്നു. കാലം കുറയാല്ലേ ഇവരുമായിട്ട് നമ്മൾ ഇടപാട് നടത്തുന്നത്. അപ്പൊ അവർ ഇന്ന പോയിന്റ് ഞങ്ങൾക്ക് ഇതിനെ പറയുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അതിനുള്ള മറുപടി ഞങ്ങൾ മുമ്പേ തന്നെ റെഡിയാക്കി അവിടെ വോയിസ് ക്ലിപ്പുകളായിട്ട് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പിലേക്കാണ് ഇടുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്യുന്നതേ ഉള്ളൂ, വിട്ടുവെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ബാക്കി ക്രൈസ്തവ സഹോദരങ്ങളുണ്ട് സംവാദം കേൾക്കാൻ പോയവര്. അപ്പൊ അവര് ഓരോരുത്തരും പറയും ഞാൻ രക്തസാക്ഷിയാകാം, ഈ ക്ലിപ്പ് ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പ് അവരിടും. കാരണം ഇവര് ഇന്നതായിരിക്കും പറയാ, അവര് പറഞ്ഞ അവരുടെ വോയിസ് ക്ലിപ്പ് വന്നു കഴിഞ്ഞാൽ തൊട്ട് പുറകെ തന്നെയാണ് നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ തന്നെ ഒരു സഹോദരൻ അതിടും, അദ്ദേഹത്തിന്റെ പുറത്താക്കും. അത് കഴിഞ്ഞിട്ടുണ്ട് അവര് ഇതിനായിട്ട് 2-3 വർത്താനം പറയും. അപ്പിട്ട ക്ലിപ്പിനെതിരായിട്ട് 2-3 വർത്താനം പറയും ആരെങ്കിലും. അത് ഈസ മാത്രമല്ല, മുസ്ലിങ്ങളെല്ലാം ചാടിക്കേറി ചറവറ വർത്താനമായിരുന്നു. പിന്നെ അപ്പൊ അതിനുള്ള ക്ലിപ്പ് ഞങ്ങൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് അപ്പൊ അടുത്ത സൗരം പറയും ഞാൻ പോയി രക്തസാക്ഷിയായിട്ട് വരാം, പുള്ളിയും പോയി അവിടെ ഇടും, പുള്ളിനെയും പുറത്താക്കും. അങ്ങനെ ആ ഗ്രൂപ്പിലുള്ള ഒരുപാട് ക്രിസ്ത്യാനികളെ ഒക്കെ, പ്രതികരിക്കുന്ന ക്രിസ്ത്യാനികളെ ഒക്കെ അവർ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. അങ്ങനെ ആ സംവാദം അനുഭവമായി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറി വന്ന് മുഹമ്മദ് ഈസയുമായി സംവാദത്തിനുണ്ടോ എന്ന് ഞങ്ങളെ വെല്ലുവിളിക്കുകയും ഞങ്ങൾ ആ വെല്ലുവിളി സ്വീകരിച്ച് അവരുടെ ഗ്രൂപ്പിൽ സംവാദത്തിന് ചെല്ലുകയും അവർ നിർദ്ദേശിച്ച 3 വിഷയങ്ങളിൽ സംവാദം നടത്തുകയും 4ാമത്തെ വിഷയം ഞങ്ങൾ നിർദ്ദേശിക്കുകയും ആ വിഷയത്തിൽ സംവാദത്തിന്റെ പേപ്പർ, ഞങ്ങളുടെ വിഷയാവതരണത്തിന്റെ ഇത് ഞങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഒരു വിധത്തിലും അതിന് മറുപടി പറയാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് ഈസയും കൂട്ടരും സംവാദകരായ ഞങ്ങൾ 2 പേരെയും സംവാദം കേൾക്കാൻ വന്ന ബാക്കി ക്രിസ്ത്യാനികളിൽ പാതി പേരെയും ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. ഇവരുടെയൊക്കെ ഇന്റലക്ച്വൽ ഓണസ്റ്റി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇത് കുറെ അനുഭവങ്ങളുണ്ട്, 1-2 അനുഭവമല്ല, ഇനിയുണ്ട്, തീർന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഈ സംഭവങ്ങൾ കഴിഞ്ഞ് ചില വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മുഹമ്മദ് ഈസയുമായിട്ട് ഒരു എൻകൗണ്ടർ കൂടി ഉണ്ടാകുന്നത്. ഈ സാക്ഷിയുടെ സംവാദക്ഷണത്തിൽ നിന്ന് ഒളിച്ചോടുന്ന നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ ശ്രീ MM അക്ബറിനെ സാക്ഷിയുമായുള്ള സംവാദത്തിന് ആരെങ്കിലും കൊണ്ടുവന്നാൽ സംവാദം കഴിഞ്ഞ ഉടനെ തന്നെ അക്ബറിനെ സംവാദത്തിന് കൊണ്ടുവന്ന ആൾക്ക് 1 ലക്ഷം രൂപ സമ്മാനമായി നൽകുമെന്നുള്ള സാക്ഷിയുടെ ഒരു ഓഫർ ഞങ്ങളതൊരു പോസ്റ്ററാക്കിയിട്ടിട്ടിരുന്നു ഫേസ്ബുക്കിൽ. അത് പെട്ടെന്ന് തന്നെ വൈറലായി. വിവിധ ക്രൈസ്തവ ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ മാത്രമല്ല, ഫ്രീ തിങ്കേഴ്സ് അടക്കമുള്ള നിരീശ്വരവാദികളുടെ ഗ്രൂപ്പിലും അക്ബറിനെ അടിക്കാൻ കാത്തു നിൽക്കുന്ന കുറെ മുർത്തതായ മുസ്ലിങ്ങളുണ്ടല്ലോ, അവരൊക്കെ കൊണ്ടുപോയിട്ട്, നിരീശ്വരവാദികളായിരിക്കുന്നവരൊക്കെയാണ്, അവരൊക്കെ കൊണ്ടുപോയിട്ട് അത്തരം ഗ്രൂപ്പുകളിൽ വിട്ടിട്ട് ഇതങ്ങോട്ട് വൈറലാക്കി. ചരിത്രത്തിൽ ആദ്യമാണ് ഒരാളെ നിങ്ങളൊരു ഡിബേറ്റർ എന്നും പറഞ്ഞു നടക്കുന്ന ഒരാളെ, സ്നേഹസംവാദം എന്നും പറഞ്ഞ് കേരളത്തിലും വെളിയിലും ഒക്കെ ഓടി നടന്ന് പ്രോഗ്രാം നടത്തിയിരുന്ന ഒരാളെ സംവാദത്തിന് വിളിച്ചിട്ട് വരുന്നില്ല. അവസാനം ഗതികെട്ടിട്ട് ഇദ്ദേഹത്തെ ആരെങ്കിലും ഒന്ന് സംവാദത്തിന് കൊണ്ടുവരികയാണെങ്കിൽ കൊണ്ടുവരുന്ന ആൾക്ക് ഞങ്ങൾ 1 ലക്ഷം രൂപ സമ്മാനമായിട്ട് തരും, സംവാദം കഴിഞ്ഞ് ഉടനെ തന്നെ 1 ലക്ഷം രൂപ തരും എന്ന് അനൗൺസ് ചെയ്യേണ്ടി വന്നു. സ്റ്റേജിൽ പലവട്ടം അനൗൺസ് ചെയ്തു. പിന്നെയാണ് ഞങ്ങളത് ഫേസ്ബുക്കിൽ പോസ്റ്റായിട്ട് ഇടുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റർ വൈറലായി. ഇത് വൈറലായതോടുകൂടി നിച്ച് ഓഫ് ട്രൂത്തിനും കൂട്ടർക്കൊക്കെ ആകെ നാണക്കേടായി. പക്ഷെ ആ സമയത്ത് ഈ നിച്ച് ഓഫ് ട്രൂത്തുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ട് നിൽക്കുകയാണ് മുഹമ്മദ് ഈസ. അതായത് അക്ബറിന്റെ നിച്ച് ഓഫ് ട്രൂത്ത്, ഇവർ വേറെ നിച്ച് ഓഫ് ട്രൂത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ജിന്ന വിഭാഗം, നിച്ച് ഓഫ് ട്രൂത്ത്, 2ആയിട്ട് പിരിഞ്ഞിരുന്നു ആ സമയത്ത്. അപ്പൊ ഈസ കൊള്ളാം, ഇത് നല്ലൊരു അവസരം. കാരണം അക്ബറുമായി തെറ്റിപ്പിരിഞ്ഞ് സ്വന്തമായി പ്രഭാഷണങ്ങൾ നടത്തി പേരും പെരുമയും പ്രശസ്തിയും പണവും ഒക്കെ ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയ മുഹമ്മദ് ഈസയെ സംബന്ധിച്ചിടത്തോളം ഈ ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പറയും, കാരണന്മാര് പറയും, പൊട്ടന് ഓണേഴ്സ് അടിച്ചു എന്ന് പറയും. പൊട്ടന് ഓണേഴ്സ് അടിച്ച പോലെയായിരുന്നു ഈസയെ സംബന്ധിച്ചിടത്തോളം സാക്ഷിയുടെ വെല്ലുവിളി. കാലാകാലങ്ങളായി സാക്ഷിയുടെ വെല്ലുവിളി കാണുമ്പോൾ MM അക്ബർ ഒരു മൂടുപടം മുഖത്തിട്ട് നമ്രമുഖനായി കുണുങ്ങി ഓടി ഒളിക്കുന്നത് സ്ഥിരമായി കണ്ടുവന്നിരുന്ന ഈസയുടെ അകതാരിൽ അപ്പോഴാണ് ലഡുപൊട്ടുന്നത്. ഇതിന്റെ സാധ്യത ഈസയ്ക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം നെടുവീർപ്പും ദീർഘനിശ്വാസവും മാത്രം സാക്ഷിക്ക് മുന്നിൽ അർപ്പിച്ച് ഖിന്നനായിരിക്കുന്ന ഗുരുവിനോടുള്ള വെല്ലുവിളി സ്വയം ഏറ്റെടുക്കുന്നത് മൂലം ഗുരുവിനെ അന്തിപ്പിച്ച വെല്ലുവിളി ഏറ്റെടുത്ത ശിഷ്യൻ എന്ന നിലയിലേക്ക് താൻ ഉയരുന്നതും തന്റെ ഇമേജ് കേരളം കടന്ന് ഗൾഫ് നാടുകളിലേക്ക് വരെ വളരുന്നതും ഒക്കെ ഈസ സ്വപ്നം കണ്ടു. അതുകൊണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിച്ച് തഞ്ചത്തിൽ ആളാകാം എന്ന് കരുതി മുഹമ്മദ് ഈസ സാക്ഷിയിലെ ബ്രദർ ജെറി തോമസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റിൽ പറയുന്നത്, ജെറി തോമസ് ഈ മുഹമ്മദ് ഈസയുമായി സംവാദത്തിന് വന്ന് ജയിച്ചു കഴിഞ്ഞാൽ, മുഹമ്മദ് ഈസയെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ ജെറി തോമസിന് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വെല്ലുവിളി. അപ്പൊ ആ വെല്ലുവിളി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്ക് ചങ്കൂറ്റത്തോടു കൂടി തന്നെ ഏറ്റെടുക്കുകയും സംവാദത്തിനുള്ള കരാർപത്രമടക്കം മറുപടി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. സാക്ഷിയുടെ പേജിലും പിന്നെ എൻ്റെ പേജിലും ഒക്കെ ആയിട്ടാണ് അത് ഞങ്ങൾ പോസ്റ്റ് ചെയ്തത്. ഞങ്ങളത് ഏറ്റെടുക്കുന്നത് പറഞ്ഞുകൊണ്ട്
ഈസ അത് പ്രതീക്ഷിച്ചില്ല. കാരണം ഇതിനു മുമ്പ് ഈസ സാക്ഷിനെ പലവട്ടം ജെറി ബ്രദറിനെ ഡിബേറ്റിന് വെല്ലുവിളിച്ചപ്പോൾ സാക്ഷി പറഞ്ഞത് ജെറി ബ്രദറുമായിട്ടൊന്നും സംവദിക്കാൻ ഈസ ആയിട്ടില്ല, ഞങ്ങളുടെ മറ്റു സഹോദരന്മാരുണ്ട്, മുഹമ്മദ് ഈസാക്കി അങ്ങനെ സംവാദം വേണമെങ്കിൽ അനിൽകുമാർ അയ്യപ്പനുണ്ട്, നിങ്ങൾ തമ്മിൽ സംവദിക്കും, അല്ലാണ്ട് ജെറി തോമസുമായിട്ടൊന്നും സംവദിക്കാനായിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്തിരുന്നത്. ഞാനുമായിട്ടുള്ള ഡിബേറ്റിന് വേണ്ടിയാണ് സാക്ഷി എപ്പോഴും ഈസയെ വിളിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈസ അങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ ജെറി തോമസിനെ ഞാൻ വെല്ലുവിളിക്കുന്നതൊക്കെ പറഞ്ഞു സംവാദം വെല്ലുവിളി നടത്തുമ്പോൾ സാക്ഷി അത് ഏറ്റെടുക്കില്ല എന്നാണ് മുഹമ്മദ് ഈസ വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ അത് ഏറ്റെടുത്തു. ശരി, ജെറി തോമസ് തന്നെ സംവാദത്തിന് വരാം, ഇതാണ് സംവാദത്തിന്റെ കരാർ പത്രം, ഫോർമാറ്റ് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സാക്ഷിയുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പക്ഷേ അതോടുകൂടി തീർന്നു. ഈസയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമോ പ്രതികൂലമോ ആയ ഒരു മറുപടിയും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായില്ല. അതോടുകൂടി ആ കാര്യം അവിടെ തീരുകയാണ് ചെയ്തത്. ഞങ്ങൾ 1 ലക്ഷം രൂപയുടെ ചലഞ്ച് നടത്തിയത് ഞങ്ങളുമായി അക്ബറിനെ സംവാദത്തിന് കൊണ്ടുവന്നാൽ മാത്രം മതി. സംവാദത്തിൽ ആര് ജയിച്ചാലും, അക്ബർ ജയിച്ചാലും ശരി, ഞങ്ങൾ ജയിച്ചാലും, ആര് ജയിച്ചു, ജയവും തോൽവിയും അവിടെ വിഷയമായിരുന്നില്ല. സംവാദത്തിന് കൊണ്ടുവന്നാൽ മാത്രം മതി. സംവാദം കഴിഞ്ഞ ഉടനെ തന്നെ അക്ബറിനെ കൊണ്ടുവന്ന ആൾക്ക് 1 ലക്ഷം രൂപ സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വെല്ലുവിളി നടത്തിയത്. എന്നാൽ മുഹമ്മദ് ഈസയുടെ വെല്ലുവിളി അങ്ങനെയായിരുന്നില്ല. ജെറി തോമസിനെ സംവാദത്തിന് കൊണ്ടുവന്നാൽ മാത്രം പോരാ, അല്ലെങ്കിൽ ജെറി തോമസ് സംവാദത്തിന് വന്നാൽ മാത്രം പോരാ, സംവാദത്തിൽ ജയിക്കുകയും വേണം, ഈസയെ പരാജയപ്പെടുത്തുകയും വേണം, എങ്കിലേ 2 ലക്ഷം രൂപ സമ്മാനം കിട്ടൂ എന്നാണ് ഈസയുടെ വെല്ലുവിളി. നമുക്കറിയാം ജയിച്ചെന്ന് ഒരിക്കലും ഈസ സമ്മതിക്കാൻ പോകുന്നില്ല. കാരണം ഇവന്മാരുടെ വേറൊരു പുള്ളി, ഇതുപോലൊരു ഗ്രന്ഥം കൊണ്ടുവരുവാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് പണ്ട് വെല്ലുവിളിച്ചത് നമുക്കറിയാം. എത്ര ഗ്രന്ഥം കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇത് ഇതുപോലത്തെ അല്ല, ഇത് ഇതുപോലെ അല്ല എന്നും പറഞ്ഞാൽ അതിനെ നിഷേധിക്കുകയുള്ളൂ. അതേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. പല ആൾക്കാരും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഗ്രന്ഥം എഴുതിയ പല ആൾക്കാരെയും തട്ടിക്കളഞ്ഞിട്ടുമുണ്ട് മുഹമ്മദ്. അതൊക്കെ നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രം പഠിച്ചാൽ അറിയാം. അപ്പൊ അതുകൊണ്ട് ജെറി ബ്രദർ എങ്ങനെയൊക്കെ മറുപടി കൊടുത്ത് ഖണ്ഡിച്ചു കളഞ്ഞാലും ഈസ പറയാൻ പോകുന്നത് ഞാൻ ഉന്നയിച്ച വാദങ്ങളെ ഒന്നും ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് കാണ്ടാമൃഗത്തെയും വെല്ലുന്ന തൊലിക്കട്ടിയോടുകൂടെ തന്നെ ഈസ വേദിയിൽ നിൽക്കും. അപ്പൊ പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല, നമുക്കറിയാം. പക്ഷെ എന്നാലും ശരി, വെല്ലുവിളിച്ചിട്ട് നമ്മൾ ഏറ്റെടുത്തില്ല എന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ജെറി ബ്രദർ അത് ഏറ്റെടുക്കുന്നത്. ഏതായാലും ആ വെല്ലുവിളി ഏറ്റെടുത്തതോടുകൂടെ മുഹമ്മദ് ഈസയെ കാണാനും കൂടി കിട്ടാത്ത സ്ഥിതി വന്നു. താൻ എഴുതിയ പുസ്തകങ്ങളുടെ ഉള്ളടക്കങ്ങൾക്കെതിരായി വരുന്ന ഏത് ആരോപണങ്ങൾക്കും മറുപടി കൊടുക്കാൻ അതിന്റെ എഴുത്തുകാരന് കഴിയേണ്ടതാണ്. കാരണം കുറെയൊക്കെ റിസർച്ച് നടത്തിയിട്ടായിരിക്കുമല്ലോ ഒരാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടാവുക. എന്നാൽ 4 ആളുടെ മുന്നിൽ ആളാകാൻ വേണ്ടി വേറെ ആരെങ്കിലെ കൊണ്ടും കൂലിക്ക് എഴുതിച്ചിട്ട് സ്വന്തം പേര് വെച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളെ കുറിച്ച് ചോദ്യം വരുമ്പോൾ എഴുത്തുകാരനെന്ന് പറയപ്പെടുന്ന ആൾക്ക് അതിനൊന്നും ഉത്തരം പറയാൻ പറ്റാതെ ഒഴിഞ്ഞു മാറിപ്പോകേണ്ട ഗതികേട് വരുന്നത് സ്വാഭാവികമാണ്. കാരണം അയാൾ എഴുതിയതല്ല അത്. പുസ്തകത്തിന്റെ പുറത്ത് അയാളുടെ പേരുണ്ടെന്നല്ലാതെ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിനെ കുറിച്ച് അയാൾക്ക് ഒരു കാര്യവും അറിയില്ല. മുഹമ്മദ് ഈസ എഴുതിയതെന്ന് പറയപ്പെടുന്ന 2 പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി സംവാദം നടത്താമെന്നുള്ള ഞങ്ങളുടെ സംവാദക്ഷണം സ്വീകരിക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുന്ന മുഹമ്മദ് ഈസയെ കാണുമ്പോൾ ആ പുസ്തകങ്ങൾ വേറെ ഏതോ കൂലിയെഴുത്തുകാരെ കൊണ്ട് എഴുതിച്ചിട്ട് മുഹമ്മദ് ഈസയുടെ പേര് വെച്ച് പ്രസിദ്ധീകരിച്ചതാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ ദാവാക്കാർക്കിടയിൽ സർവ്വസാധാരണമായൊരു കാര്യമാണ്. എനിക്ക് അനുഭവമുള്ള ഒരു കാര്യം പറയാം. കൊടുങ്ങല്ലൂർ അടുത്ത് കാര എന്ന സ്ഥലത്ത് ഒരു സൈമൺ മാസ്റ്റർ ഉണ്ടായിരുന്നു കാരയില്. ഇപ്പൊ അദ്ദേഹം മരിച്ചുപോയി. മരിച്ച സമയത്ത് കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. മുഹമ്മദ് ഈസയൊക്കെയാണ് അവിടെ പോയിട്ട് വിവാദമൊക്കെ ഉണ്ടാക്കിയത്. അതവിടെ കട്ടെ. ഈ സൈമൺ മാസ്റ്റർ പ്രായമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു, മുസ്ലിം ആയെങ്കിൽ അദ്ദേഹം പേരൊന്നും മാറ്റിയിരുന്നില്ല. സൈമൺ മാസ്റ്റർ എന്ന പേരിൽ തന്നെ ഇസ്ലാമിന് വേണ്ടി ക്രിസ്ത്യാനിറ്റിക്കെതിരെ കുറെ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിരുന്നു. വലിയ വലിയ പുസ്തകങ്ങളല്ല, ചെറിയ പുസ്തകങ്ങൾ, ഒരു 50-60 പേജ് അല്ലെങ്കിൽ 100 പേജിൽ താഴെയുള്ള കുറെ പുസ്തകങ്ങൾ, ചവറ് പോലെ കുറെ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിരുന്നു. അതിൽ പലതും ഞാൻ വായിച്ചിട്ടുമുണ്ട്. കാരണം ഇദ്ദേഹം ആ നാട്ടുകാരനായത്. ഞങ്ങളുടെ അടുത്ത് എന്റെ തറവാട് എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരാണ്. ഞാൻ അന്ന് കൊടുങ്ങല്ലൂരാണ് ആരാധനയ്ക്ക് പോകുന്നത്. എന്റെ അസംബ്ലി അവിടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള പല മുസ്ലിങ്ങളും ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ ഞങ്ങളുടെ പല വിശ്വാസികൾക്കും കൊടുക്കും. അവരെ മതം മാറ്റാൻ, ഇസ്ലാമാക്കാൻ വേണ്ടി സൈമൺ മാസ്റ്ററുടെ പുസ്തകങ്ങൾ കൊടുക്കുമായിരുന്നു. അപ്പൊ അവരിൽ നിന്ന് ആ പുസ്തകങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അതൊക്കെ വായിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ സഭയിലുള്ള ഒരു സഹോദരന്റെ അഭ്യർത്ഥന പ്രകാരം 10-18 കൊല്ലം മുമ്പ് അന്നത്തെ കൊടുങ്ങല്ലൂരുള്ള ഒരു വിശ്വാസിയുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഒരിക്കൽ കൊടുങ്ങല്ലൂർ ഒരു മുസ്ലിം വീട്ടിൽ സുവിശേഷം പറയാൻ ചെന്നപ്പോ വീട്ടുടമസ്ഥൻ കുറച്ചു നേരം ഞങ്ങളോട് ഇങ്ങനെ കുശലമൊക്കെ പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇരിക്കും, ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് പുറത്തുപോയി. അപ്പൊ എന്റെ കൂടെ വന്നിരുന്ന സഹോദരനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സ്നേഹിതനാണ് ഈ വീട്ടുടമസ്ഥൻ. ഇവര് രണ്ടുപേരും ആത്മീയ വിഷയങ്ങളിൽ ഇടയ്ക്ക് ഇങ്ങനെ തർക്കിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചർച്ചകളും മറ്റൊക്കെ നടത്താറുള്ളത് കൊണ്ടാണ് എന്നെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പോകുന്നത്.
അപ്പൊ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു. കൂടെ പ്രായമായിട്ടുള്ള ഒരാളും കൂടിയുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇദ്ദേഹം സൈമൺ മാസ്റ്ററാണ്, കാരയിലുള്ള സൈമൺ മാസ്റ്ററാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി. കാരണം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ പല ചോദ്യങ്ങളും, ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ആ സമയത്ത് പഠിക്കുന്നുള്ളതുകൊണ്ട് പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അദ്ദേഹത്തോട് നേരിട്ട് തന്നെ ചോദിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് സന്തോഷമായത്. അങ്ങനെ ഞങ്ങളുടെ സംഭാഷണമൊക്കെ ആരംഭിച്ചു. അദ്ദേഹം പതിവ് ശൈലിയിൽ ക്രിസ്ത്യാനിറ്റിക്കെതിരെ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ ആരോപണങ്ങൾ പലതും ഞങ്ങളെ ബാധിക്കുന്നതുമല്ല, അത് ഈ കാത്തലിക്സോ അല്ലെങ്കിൽ ഓർത്തഡോക്സ് അങ്ങനെയുള്ള സഭകളെ ബാധിക്കുന്നതാണ്, പ്രൊട്ടസ്റ്റന്റുകാരെ ബാധിക്കുന്നതുമല്ല. ഏതായാലും കുറെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു. ഞാൻ അതിനൊക്കെ മറുപടി പറഞ്ഞതിന് ശേഷം തിരിച്ച് ഇസ്ലാം സംബന്ധമായ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ ഇസ്ലാമിക വിഷയത്തിൽ പണ്ഡിതനല്ല, ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, താങ്കളല്ലേ ഇസ്ലാമിക വിഷയത്തിൽ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്, ആ സൈമൺ മാസ്റ്റർ താങ്കൾ തന്നെയല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ, ആ സൈമൺ മാസ്റ്റർ തന്നെയാണ് ഞാൻ. അപ്പൊ ഇസ്ലാമിക വിഷയത്തിൽ അറിവില്ലാതെയാണോ താങ്കൾ ഇത്രയേറെ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് എന്നുള്ള എന്റെ ചോദ്യത്തിന് ഇദ്ദേഹം മറുപടി ഒന്നും തന്നില്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ നേരെ വീണ്ടും ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് ഞാൻ മറുപടി കൊടുത്തു. എന്നിട്ട് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിലെ ചില കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ, ആ സമയത്ത് വായിച്ചിട്ടുള്ളതുകൊണ്ട് ആ പുസ്തകത്തിലെ ചില പോയിന്റുകളെ ആസ്പദമാക്കി ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി പഴയത് തന്നെയാണ്, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ എനിക്ക് സംശയമായി. കാരണം ഇദ്ദേഹം എഴുതിയ പുസ്തകങ്ങളെ കുറിച്ചാണ് ചോദിച്ചത്, അല്ലാണ്ട് വേറെ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ആദ്യം ചോദിച്ചത് വേറെ കാര്യങ്ങളായിരുന്നു, ഇത് അദ്ദേഹം എഴുതിയ പുസ്തകത്തിനെ ആസ്പദമാക്കിയാണ് ചോദിക്കുന്നത്. അപ്പൊ ആ സംശയം തീർക്കാൻ വേണ്ടി ഇദ്ദേഹം എഴുതിയ പുസ്തകത്തിനെ ആസ്പദമാക്കി തന്നെ 1-2 ചോദ്യങ്ങൾ കൂടി ഞാൻ വീണ്ടും ചോദിച്ചു. അപ്പോഴും അദ്ദേഹത്തിന്റെ മറുപടി, ഇതിനെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിഞ്ഞുകൂടാന്നാണ്. ആലോചിച്ചു നോക്കണം, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിനെ ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വലിയ വിശദമായി എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോ ഇത് പ്രായമായതുകൊണ്ട് അദ്ദേഹത്തിന് ഓർമ്മക്കുറവെങ്ങാനും സംഭവിച്ചതാണോ, അദ്ദേഹം ഏത് കാലത്താണ് ഈ പുസ്തകം എഴുതിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ മുമ്പെങ്ങാനും അദ്ദേഹം അത് എഴുതിയിട്ട് ഇപ്പൊ പ്രായമായി ഓർമ്മക്കുറവാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ആ രീതിയിലൊന്ന് ഇടപെട്ട് നോക്കി. അപ്പൊ അദ്ദേഹത്തിന് യാതൊരു ഓർമ്മക്കുറവും ഇല്ല എന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഒരു കുഴപ്പമില്ല, ഇപ്പോഴല്ല, 10-18 കൊല്ലം മുന്നാണ്. ഒരു ഓർമ്മക്കുറവും ഇല്ല. അദ്ദേഹം ബാക്കി കാര്യങ്ങളിലൊക്കെ നല്ല ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് ബൈബിൾ സംബന്ധമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം നല്ല ഓർമ്മയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിൽ അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള അറിവുണ്ട്. എന്നാൽ ഇസ്ലാമിനെതിരെ ചോദ്യം വരുമാനം മറുപടി പറയാനുള്ള അറിവില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, അദ്ദേഹത്തിന്റെ പേര് വെച്ച് ഇറങ്ങിയിരിക്കുന്ന പുസ്തകങ്ങളൊന്നും അദ്ദേഹം എഴുതിയതല്ല, സൈമൺ മാസ്റ്റർ എഴുതിയതല്ല, ഏതോ മുസ്ലിങ്ങൾ എഴുതിയതാണ്. ആ മുസ്ലിം എഴുത്തുകാരന്റെ പേര് വെച്ച് ആ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ ഒരൊറ്റ ക്രിസ്ത്യാനിയോ ആ പുസ്തകങ്ങൾ തിരിഞ്ഞു പോലും നോക്കുകയില്ല. എത്രയോ മുസ്ലിങ്ങൾ എത്രയോ പുസ്തകങ്ങൾ എഴുതുന്നു, നമ്മൾ ആരെങ്കിലുമൊക്കെ പോയി വായിക്കാറുണ്ടോ? ഇല്ല, അത്രേ തന്നെ ഉണ്ടാവുള്ളൂ ഇതും. എന്നാൽ സൈമൺ മാസ്റ്റർ എന്നുള്ള പേര് വെച്ച് ഇദ്ദേഹം ഇസ്ലാമായി തീർന്നതിന് ശേഷം മുസ്ലിം പേരെടുക്കാതെ സൈമൺ മാസ്റ്റർ എന്നുള്ള പേര് വെച്ച് ആ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായി ക്രിസ്ത്യാനികൾക്ക് ഒരു കൗതുകം ഉണ്ടാവും. സൈമൺ മാസ്റ്റർ പേര് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനി. അപ്പൊ ഒരു ക്രിസ്ത്യാനി എന്താണ് ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പുസ്തകം എഴുതിയിരിക്കുന്നത്, സ്വാഭാവികമായിട്ട് അതൊന്ന് വായിക്കും ആളുകളെ. ഇത് ചെറിയ പുസ്തകമാണ്, ഞാൻ പറഞ്ഞില്ലേ, ചെറിയ പുസ്തകം 60-70 പേജൊക്കെ ഉള്ള, അല്ലെങ്കിൽ 100 പേജ് താഴെയുള്ളത്, ആൾക്കാർക്ക് പെട്ടെന്ന് വായിച്ചു തീർക്കാം. അപ്പൊ ഇവർക്ക് മതപ്രചരണത്തിന് വേണ്ടി കൊടുക്കാൻ നല്ല എളുപ്പത്തിന് ഇദ്ദേഹത്തിന്റെ പേര് വെച്ച് ഇറക്കിയിരിക്കുന്നതാണ്. അപ്പൊ ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എഴുത്തുകാരൻ വേറെ ആരാണ്, ഇദ്ദേഹത്തിന്റെ പേര് വെച്ചാണ് ഇറക്കിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ആ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണയില്ല. അപ്പൊ അത് മനസ്സിലായപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ പോയി ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് വരൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലാതെ ഏകപക്ഷീയമായി എന്റെ വിശ്വാസത്തിനെതിരെയുള്ള താങ്കളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുകയും എന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഞാനത് പഠിച്ചിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് താങ്കൾ പോയി ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോരുകയും ചെയ്തു. അദ്ദേഹമായിട്ടുള്ള സംഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പൊ മുഹമ്മദ് ഈസയുടെ പേരിൽ പുറത്തു വന്ന പുസ്തകങ്ങളിലെ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി സംവാദം നടത്താമെന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ 10 കൊല്ലത്തിലധികമായി ഈസയെ വിളിച്ചിട്ടും ഈസ ആ സംവാദക്ഷണം സ്വീകരിക്കാതിരിക്കുന്നതിന്റെ കാരണം വേറെ ആരെക്കൊണ്ടോ കൂലിക്ക് എഴുതിച്ചിട്ട് ഈസയുടെ പേരിൽ അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലായതോടെയാണ് ഞാൻ ഈസയെ അവഗണിക്കാൻ തുടങ്ങിയത്. മനസ്സിലായോ? ഈസ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാനത് ശ്രദ്ധിക്കാറേ ഇല്ല. എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, കാരണം ഒരു ഇന്റലക്ച്വൽ ഓണസ്റ്റി ഇല്ല. കൂലിക്ക് ആൾക്കാരെ കൊണ്ട് എഴുതിച്ചിട്ട് സ്വന്തം പേരിൽ പുസ്തകം ഇറക്കുന്നൊക്കെ പറഞ്ഞ ചീപ്പ് പരിപാടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് മറുപടി പറയാനാണ്? ഈസ എന്റെ പേരും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. വീഡിയോ ഇറക്കിയിട്ട് പോലും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല, അത് അവഗണിച്ചു വിട്ടിട്ടുള്ളത്. അത് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, കാരണം അതേ ആരോപണങ്ങൾ വേറെ ഏതെങ്കിലും മുസ്ലിങ്ങൾ ഉന്നയിച്ചാൽ അതിന് ഞാൻ മറുപടി കൊടുക്കാറുണ്ട്.
പക്ഷെ ഈസ പറയുകയാണെങ്കിൽ ഞാൻ അവഗണിക്കുകയുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് 51 വയസ്സുള്ള മുഹമ്മദ് 6 വയസ്സ് തികയാത്ത ആയിഷയെ കല്യാണം കഴിച്ചതിനെ വെളുപ്പിക്കാൻ വേണ്ടി റബേക്കയുടെ കല്യാണ സമയത്തെ പ്രായം 3 വയസ്സായിരുന്നു എന്നും പറഞ്ഞ് മുഹമ്മദ് ഈസ എനിക്കെതിരെ വീഡിയോ ഇറക്കിയിരുന്നു. അനിലയ്യപ്പനെ റിഫ്യൂട്ട് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് എന്റെ ഫോട്ടോ അടക്കമുള്ള തമ്പനയിലായിട്ടുമാണ് ഈസ ആ വീഡിയോ ഇറക്കിയത്. പല ആളുകളും എനിക്ക് അതിന്റെ ലിങ്ക് അയച്ചു തന്നു. ഈസ ബ്രദറിനെതിരെ വീഡിയോ ഇറക്കിയിരിക്കുന്നു, മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തേയില്ല, വിട്ടുകളഞ്ഞു. എന്നാൽ അതേ കാര്യം MM അക്ബർ പറഞ്ഞപ്പോൾ ഞാൻ അതിന് മറുപടി വീഡിയോ ചെയ്തിരുന്നു. 2 വീഡിയോകളായിട്ട് ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ ചാനലിൽ അത് കിടപ്പുണ്ട്. 2 വീഡിയോകളായിട്ടാണ് അത് ചെയ്തത്. ഒരു വീഡിയോ 45 മിനിറ്റും രണ്ടാമത്തെ വീഡിയോ 1 മണിക്കൂർ 35 മിനിറ്റും. അതായത് 2 മണിക്കൂർ 20 മിനിറ്റ് വരുന്ന വീഡിയോ. അപ്പൊ അത്രയധികം വിശദമായി തെളിവുകൾ നിരത്തി പറയാനുള്ള മറുപടി കയ്യിലുണ്ടായിട്ടും മുഹമ്മദ് ഈസയുടെ വീഡിയോ ഞാൻ അവഗണിച്ചു വിടുകയാണ് ചെയ്തത്. മനസ്സിലായോ? മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, ഈസയ്ക്ക് മറുപടി കൊടുക്കണ്ട എന്ന് വെച്ചാൽ അവഗണിച്ചു വിടുകയാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തുകൊണ്ടാണ് മുഹമ്മദ് ഈസയുടെ വീഡിയോയ്ക്ക് ഞാൻ മറുപടിയുമായിട്ട് വരുന്നതിന്റെ കാരണമെന്ന്. വേറെ ഒന്നുമല്ല, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന 2 വ്യക്തികളെ കൂടി ഉൾപ്പെടുത്തി അവരെയും കൂടി കളിയാക്കിക്കൊണ്ടാണ് ഈസ ഇപ്രാവശ്യം വീഡിയോ ഇറക്കിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഈസ എന്റെ പേര് മാത്രം വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അതാണ് ഞാൻ അവഗണിച്ചു വിട്ടത്. പക്ഷെ ഇപ്പൊ എന്റെ കൂടെ ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു, ഞങ്ങൾ 3 പേര്. അപ്പൊ എന്റെ കൂടെ വീഡിയോയിൽ ഉണ്ടായിരുന്ന ആ ബാക്കി 2 പേരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒറ്റ കാരണത്തിൽ അവരെ പരിഹസിക്കുമ്പോൾ അത് അവഗണിച്ചു വിടാൻ എനിക്ക് സാധിക്കുകയില്ല. ബഹുമാനപ്പെട്ട ജെയിംസ് വർഗീസ് അങ്കിളും അതുപോലെ ജോർജ് കോശി അങ്കിളും ഞങ്ങൾ 3 പേരും കൂടി ചേർന്ന് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ ചരിത്രം വിവരിച്ചുകൊണ്ട് 2 വീഡിയോകൾ ചെയ്തു. ലൈഫ് ഫോക്കസ് എന്ന മിനിസ്ട്രിക്കാരാണ് ഞങ്ങളെ വിളിച്ചിട്ട് അവരുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് പറയുന്നത്. ഈ 2 വീഡിയോകൾക്കും കൂടി 80 മിനിറ്റിലധികം ദൈർഘ്യമുണ്ട്. 2 വീഡിയോയും കൂടി ഏതാണ്ട് ഇപ്പോൾ 2.25 ലക്ഷത്തിലധികം പേര് കണ്ടു കഴിഞ്ഞു. അപ്പൊ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുടെ മുന്നിൽ നിന്നും കണ്ടം വഴി ഓടി ഏതോ മാളത്തിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന മുഹമ്മദ് ഈസ മാളത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഇത് നല്ലൊരു അവസരമായി കണ്ട് ആ വീഡിയോകൾക്ക് മറുപടി വീഡിയോകളുമായി രംഗത്ത് വരുമെന്ന് ഫേസ്ബുക്കിൽ അനൗൺസ്മെന്റ് നടത്തുന്നു. മുസ്ലിങ്ങളെല്ലാം വളരെ സന്തോഷഭരിതരാകുന്നു. കാരണം ആ വീഡിയോയ്ക്ക് അതുവരേക്കും ആരും ഒരു മറുപടിയും പറഞ്ഞിരുന്നില്ല. അപ്പൊ ഈസ അതിന് മറുപടി പറയാൻ തയ്യാറായി വന്നതിൽ ഇവർക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ അതിനുശേഷമാണ്, ആ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് മുഹമ്മദ് ഈസയ്ക്ക് പണി പാളി എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. കാരണം ആ വീഡിയോകളിൽ ഞങ്ങൾ പറഞ്ഞത് ചരിത്രപരമായും പുരാവസ്തുപരമായും ദൈവശാസ്ത്രപരമായും ശരിയായ കാര്യങ്ങളാണെന്നും ഒരു വിധത്തിലും അതിനെ ഖണ്ഡിക്കാൻ പറ്റില്ലെന്നും ഈസയ്ക്ക് മനസ്സിലാകുന്നു. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? കാരണം അനൗൺസ്മെന്റ് ചെയ്തു പോയി, ഇതിന് വീഡിയോ വരുന്നു എന്നൊക്കെ പറഞ്ഞ് അനൗൺസ്മെന്റ് ചെയ്തും പോയി. പക്ഷെ വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിനിട്ട് നമ്മളെല്ലാം കീറി മുറിക്കുകയും ചെയ്യും. അപ്പൊ ഇതറിയാവുന്നതുകൊണ്ട് എന്താണ് രക്ഷപ്പെടാനുള്ള വഴി എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഏതോ ഒരു സഹോദരൻ ഇട്ട കമന്റ് ഈസ കാണുന്നത്. ഈ വിഷയത്തിൽ അനിൽകുമാർ അയ്യപ്പനുമായി സംവാദം നടത്തിക്കൂടെ, അതല്ലേ നല്ലത് എന്നൊരു കമന്റാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ ഈ ഡിബേറ്റ് എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ, അത് കണ്ടപ്പോൾ തന്നെ മുഹമ്മദ് ഈസ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ കുത്തിയിരുന്ന് ആലോചിച്ചപ്പോഴാണ് രക്ഷപ്പെടാനുള്ള വഴി, ഇപ്പൊ പെട്ടുകിടക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് ഈസയ്ക്ക് മനസ്സിലാകുന്നത്. 2 വീഡിയോകളിലുമായി 80 മിനിറ്റ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങളെ പറ്റി സംവാദം നടത്തിക്കൂടെ എന്നാണ് കമന്റ് ഇട്ടയാൾ ഉദ്ദേശിച്ചതെങ്കിലും അങ്ങനെ ഒരു സംവാദത്തിനിറങ്ങിയാൽ ഒളിഞ്ഞു പാളീസാകും. മുസ്ലിങ്ങൾ തന്നെ അടിച്ചു തന്നെ പരിപ്പിളക്കുമെന്നറിയാവുന്ന മുഹമ്മദ് ഈസ ഈ മണ്ടൻ മദ്രസ കോയകളെ പറ്റിക്കാൻ വേണ്ടി പുതിയൊരു തന്ത്രവുമായിട്ടാണ് രംഗത്ത് വരുന്നത്. 2 വീഡിയോകളിലുമായി 80 മിനിറ്റ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരു 8 സെക്കൻഡ് വീഡിയോ ക്ലിപ്പ് എടുത്ത്, ആ 8 സെക്കൻഡ് പോലും ഇല്ല, അതിന് താഴെയാണ്. 1.5 സഹസ്രാബ്ദത്തിന് മേലെ അതങ്ങനെ നിർജ്ജനമായി കിടന്ന ഭൂമിയാണത്. അവിടേക്കാണ് യഹൂദന്മാർ വരുന്നത്. യഹൂദന്മാര് 1881 ആ ക്ലിപ്പ് എടുത്തിട്ട് ആ 8 സെക്കൻഡ് ക്ലിപ്പിൽ പറഞ്ഞ കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് സംവാദം നടത്താൻ തയ്യാറുണ്ടോ എന്ന് അനിൽകുമാർ അയ്യപ്പനെ വെല്ലുവിളിക്കുക. 80 മിനിറ്റ് കൊണ്ട് പറഞ്ഞ കാര്യത്തിൽ നിന്നും 8 സെക്കൻഡ് ക്ലിപ്പ് എടുത്തുകൊണ്ട് വന്ന് അതിനെ ചെറി പിക്കിംഗ് എന്ന് പറയും. ചെറി പിക്കിംഗ്, അവർക്ക് ആവശ്യമുള്ളത് മാത്രം കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരുന്നത്. അതെടുത്തുകൊണ്ട് വന്ന് ആ ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞ കാര്യത്തിൽ മാത്രം സംവാദം നടത്തണമെന്ന് പറഞ്ഞാൽ സുബോധമുള്ള ഒരാളും അത് അംഗീകരിക്കില്ല എന്ന് മുഹമ്മദ് ഈസയ്ക്ക് നല്ലവണ്ണം അറിയാം. മാത്രമല്ല, പലസ്തീൻ എന്ന രാജ്യത്തും അത് നിർജ്ജനമായിരുന്നോ അല്ലയോ എന്നുള്ളതാണ് ഡിബേറ്റിന് വെച്ചിരിക്കുന്നത് മുഹമ്മദ് ഈസ. അപ്പൊ പലസ്തീൻ എന്ന പേരിൽ ഒരു രാജ്യം ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല എന്നതാണ് എപ്പോഴത്തെയും എന്റെ നിലപാട്. അപ്പൊ അങ്ങനെ ഇരിക്കെ പലസ്തീനിൽ ജനങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന വിഷയത്തിൽ ഞാൻ സംവാദത്തിന് പോയാൽ അതിന്റെ അർത്ഥം പലസ്തീൻ എന്ന പേരിൽ ഒരു രാജ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു എന്നാണ്. അപ്പൊ സംവാദത്തിന് ചെന്ന് കഴിഞ്ഞാൽ മുഹമ്മദ് ഈസ ആദ്യം എന്നോട് ചോദിക്കാൻ പോകുന്നത് പലസ്തീൻ എന്ന രാജ്യം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ആൾക്കാർ കുറവായിരുന്നു എന്നുള്ളതാണ് താങ്കളുടെ വാദം അല്ലേ എന്നായിരിക്കും. മനസ്സിലായ? അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് ഞാൻ സംവാദത്തിന് വരുമെന്നുള്ള പേടി വേണ്ട, അനിൽകുമാർ അയ്യപ്പ സംവാദത്തിന് വരുമെന്നുള്ള ആ ചിന്ത വേണ്ട. എന്നാൽ
ഈസയ്ക്ക് പറയുകയും ചെയ്യാം, ഞാൻ അനിൽകുമാർ അയ്യപ്പനെ സംവാദത്തിന് വെല്ലുവിളിച്ചു, അയാൾ വന്നില്ല എന്ന് പറഞ്ഞ് ഈ മണ്ടൻ മദ്രസ കോയകളെ ഈസയ്ക്ക് പറ്റിക്കുകയും ചെയ്യാം. അപ്പൊ അത് മനസ്സിലായതുകൊണ്ട് ഞാൻ ഈസയോട് പറഞ്ഞു, സംവാദത്തിന് ഞാൻ തയ്യാറാണ്. പക്ഷെ ആ 80 മിനിറ്റ് വീഡിയോയിൽ ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങളിൽ ഈ 8 സെക്കൻഡിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തിൽ മാത്രമേ ഈസയ്ക്കെതിരെ അഭിപ്രായം ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈസ അംഗീകരിക്കുന്നു, ഞങ്ങൾ പറഞ്ഞ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈസ അംഗീകരിക്കുന്നു എന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടണം. അങ്ങനെയാണെങ്കിൽ സംവാദത്തിന് വരാം. അതല്ലെങ്കിൽ ആ 80 മിനിറ്റ് വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഈസയ്ക്കെതിരെ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ആ വീഡിയോകളിലെ മൊത്തം കണ്ടന്റിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സംവാദം നടത്തണം. അതല്ലാതെ 8 സെക്കൻഡ് ക്ലിപ്പ് എടുത്തുകൊണ്ട് വന്ന് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് സംവാദം നടത്തണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. അതോടെ ഈസയും അനുയായികളായ ഈ മണ്ടൻ മദ്രസ കോയകളും ആർമാദിക്കലായിരുന്നു. അയ്യപ്പൻ പേടിച്ചോടി, അയ്യപ്പനെ തള്ളാൻ മാത്രമേ അറിയൂ, അയ്യപ്പൻ പെയ്ഡാണ്, അയ്യപ്പൻ അങ്ങനെയാണ്, അയ്യപ്പൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ അപ്പനെ കളിയാക്കുകയായിരുന്നു ഉമ്മാരെ അവിടെ. ഇപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മുഹമ്മദ് ഈസയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ പോയാൽ കാണാം. ഇപ്പോഴും അനിൽ പേടിച്ചോടി, അനിലിന്റെ ധൈര്യമില്ല എന്നല്ല, അയ്യപ്പന്റെ കാര്യം എപ്പോഴും ഉമ്മാര് പറയുന്നത്. അപ്പനെ വിളിക്കുകയാണത്. അപ്പൊ അത് ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. കാരണം ഇവരുടെ പ്രവാചകൻ മുഹമ്മദ് മറ്റുള്ളവരുടെ അപ്പനെ വിളിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇവർ ആ നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല. ഇവരൊക്കെ ഇപ്പോഴും ശിശുക്കളാണ്. മുഹമ്മദിന്റെ നിലവാരത്തിലേക്ക് ഇവർ എത്തിയിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ നമുക്ക് വിട്ടുകളയാവുന്നേ ഉള്ളൂ എന്ന് കരുതി ഞാൻ വിട്ടുകളഞ്ഞു. ഏതായാലും ഇപ്പൊ മുഹമ്മദ് ഈസ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോയിൽ ജെയിംസ് വർഗീസ് അങ്കിളിനെയും ജോർജ് ജോഷ് അങ്കിളിനെയും ഒക്കെ മുഹമ്മദ് ഈസ കളിയാക്കുന്നുമുണ്ട്. വീഡിയോയ്ക്ക് മുമ്പ് മുഹമ്മദ് ഈസ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലും അവരെ കളിയാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഈസയെ അവഗണിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. വാസ്തവത്തില് മുഹമ്മദ് ഈസയുടെ വാദം ഒരു ലോജിക്കൽ ഫാലസിയാണ്. ആ ഫാലസിയുടെ പേര് സ്ട്രോമാൻ ആർഗ്യുമെന്റ് എന്നാണ്. വൈക്കോൽ മനുഷ്യൻ. അതായത് ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുകയാണ്. എതിരാളി പറയാത്ത ഒരു കാര്യം എതിരാളിയുടെ പേര് ചാർത്തിയിട്ട് അതിനെ ആൻസർ ചെയ്യുകയാണ്. ഇപ്പൊ ആ ക്ലിപ്പില് ഞാൻ പറഞ്ഞ കാര്യം അതുള്ളതാണ്, അതില്ല ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് അപ്പം മാത്രമല്ല, ഇതിനു മുമ്പ് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ 2 എണ്ണം പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തേത് 2017 ആഗസ്റ്റ് 26 എറണാകുളം ടൗൺ ഹാളിൽ വെച്ചു. രണ്ടാമത്തേത് 2017 നവംബർ 12 തിരുവനന്തപുരം BJT ഹാളിൽ വെച്ചുമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ 2 എണ്ണത്തിന്റെ അടുത്ത് പറയാൻ കാരണം ഇത് 2 റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നിർജ്ജന പ്രദേശമായിരുന്നു എന്ന് ഈ 2 ഇടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും ധാരാളം ഉദ്ധരണികളുണ്ട്. ധാരാളം പേര് ഈ ആ കാലത്ത് അവിടെ സഞ്ചരിച്ച ആൾക്കാരുടെ ഉദ്ധരണികളൊക്കെ ഉണ്ട്. പക്ഷേ പറയാൻ സമയമില്ല. പക്ഷേ ഞാൻ കുറച്ച് ചിത്രങ്ങൾ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും. ഹോളി ലാൻഡ് എന്ന് പറഞ്ഞ് ഇത് നെറ്റിൽ ലഭ്യമാണ്. ഈ പുസ്തകം ഫ്രീ ആയിട്ട് കിട്ടും. ആ പ്രദേശത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിലും അതിന് മുമ്പുള്ള കാലത്തൊക്കെ അവിടെ സഞ്ചരിച്ച ആളുകൾ ആ പ്രദേശത്തുകൂടെ ചെന്നപ്പോൾ അവർ കണ്ടത് എന്താണോ അതാണ് അവർ രേഖപ്പെടുത്തി വെച്ചത്. അവരത് രേഖപ്പെടുത്തിയപ്പോൾ അവരുടെ അഭിപ്രായം കൂടെ ചേർത്ത് അവരങ്ങ് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഇതൊക്കെ സിയോണിസം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ വരണേക്കാളും മുമ്പാണ് ഈ പുസ്തകങ്ങൾ എഴുതപ്പെടുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട പുസ്തകമാണ്. അതുകൊണ്ട് സിയോണിസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എഴുതിയെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവർ സത്യസന്ധമായ ചരിത്ര വസ്തുതകളാണ് എഴുതിയിരുന്നത്. ഈ 2 വീഡിയോകളും പല ചാനലുകളിലായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലക്ഷങ്ങൾ കണ്ടിട്ടുമുണ്ട്. അന്നൊന്നും ഈ വാദത്തിനെ ഖണ്ഡിക്കണമെന്ന് മുഹമ്മദ് ഈസയ്ക്ക് തോന്നിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ വീഡിയോ കണ്ടപ്പോൾ ആ വാദത്തിനെ ഖണ്ഡിക്കാൻ മുഹമ്മദ് ഈസാക്ക് മോഹം. എന്താണ് കാര്യമെന്നറിയാമോ? ആ 2 വീഡിയോകളിലും ഞാൻ ഒരാൾ മാത്രമാണ് പ്രഭാഷകൻ. എന്റെ സൗകര്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് എറണാകുളം ടൗൺ ഹാളിലായാലും തിരുവനന്തപുരം BJT ഹാളിലായാലും ഞാൻ പ്രസന്റേഷൻ നടത്തിയത്. അത്രയധികം തെളിവുകൾ വെച്ച് ഞാൻ സ്ഥാപിച്ച കാര്യത്തിനെ ഖണ്ഡിക്കാൻ ഒരാൾക്ക് സാധിക്കുകയില്ല എന്ന് മുഹമ്മദ് ഈസയ്ക്ക് അറിയാം. അതുകൊണ്ട് കൊക്ക് വലിയ മീനിനെ കാണുമ്പോൾ കണ്ണടയ്ക്കുന്നത് പോലെ മുഹമ്മദ് ഈസ ആ 2 വീഡിയോകളും കണ്ടപ്പോൾ കണ്ണടച്ചു വിട്ടു. അതിനെ ഖണ്ഡിക്കാനേ പോയില്ല. എന്നാൽ ഇപ്പോഴത്തെ വീഡിയോയിൽ ഞാൻ ഒരാളല്ല സംസാരിക്കാനുള്ളത്, ഞങ്ങൾ 3 പേരും കൂടിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ച് പറയാൻ പറ്റില്ല, ചുരുക്കി പറയേണ്ടി വരും. മാത്രമല്ല പറയുന്ന കാര്യങ്ങൾക്കെല്ലാം റെഫറൻസ് വയ്ക്കാനും പറ്റില്ല. ഒന്ന് മെൻഷൻ ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ. കാരണം ബാക്കിയുള്ളവർക്കും കൂടി സംസാരിക്കാനുള്ളതാണ്. അവരുടെ സമയം നമുക്ക് അപഹരിക്കാൻ പറ്റില്ല. മാത്രമല്ല എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു വീഡിയോ 30 മിനിറ്റിനുള്ളിൽ നിൽക്കണം. 30 മിനിറ്റ് വീഡിയോ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ വിഷയം 30 മിനിറ്റ് ഒറ്റ വീഡിയോ ആയിട്ട് നടക്കുകയില്ല, നമുക്ക് 2 വീഡിയോ ആക്കാം എന്ന് പറഞ്ഞു, 2-3 ആക്കാം എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെയാണ്. എന്നിട്ട് പോലും ആദ്യത്തെ വീഡിയോ 42 മിനിറ്റ്, ഒരു 30 മിനിറ്റ് ആണ് ഉദ്ദേശിച്ചത്. 42 മിനിറ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് 42 മിനിറ്റ് അല്ല, 1 മണിക്കൂറിന് മുകളിലുള്ളതുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടൊക്കെയാണ് 42 മിനിറ്റ് ആക്കിയത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഒരു സ്റ്റേജിൽ നമ്മൾ തെളിവുകളെല്ലാം ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് ഒരു പ്രസന്റേഷൻ നടത്തുന്നത് പോലെ സംസാരിക്കാൻ പറ്റില്ല.
അതുകൊണ്ടാണ് മറ്റേ 2 വീഡിയോകളും കണ്ടപ്പോൾ കൊക്ക് കണ്ണടച്ചിരുന്നത് പോലെ മിണ്ടാതിരുന്ന മുഹമ്മദ് ഈസ ഇപ്പോഴത്തെ വീഡിയോ കണ്ടപ്പോൾ മറുപടി എന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ഞാൻ കൃത്യമായ റെഫറൻസുകളൊന്നും പറയാതെയാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പൊ ഇത് കാണുമ്പോൾ ഈ ആ ഭാഗം മുഹമ്മദ് ഈസ കേൾപ്പിക്കുന്നു, ആൾക്കാരുടെ മുമ്പാകെ കേൾപ്പിക്കുമ്പോൾ ഞാൻ തെളിവുകളൊന്നും പറയാതെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, റെഫറൻസുകളൊന്നും പറയാതെ. അപ്പൊ മുസ്ലിങ്ങൾ വിചാരിക്കും ഞാൻ കള്ളം പറഞ്ഞതാണ്. പിന്നെ മുഹമ്മദ് ഈസയുടെ ഇതുകൊണ്ടല്ല. അപ്പൊ ഇതിലെന്താണ് സ്ട്രോമാൻ ആർഗ്യുമെന്റ് എന്നുള്ള കാര്യം ഞാൻ പറയാം. കാരണം ഇത് ഞാൻ പറയാത്ത കാര്യം ഒരാളുടെ മേലെ ആരോപിച്ചിട്ട് അതിന് മറുപടി പറയുന്നതാണല്ലോ സ്ട്രോമാൻ ആർഗ്യുമെന്റ്. ഇവിടെ ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതെന്താണ് സ്ട്രോമാൻ ആർഗ്യുമെന്റ് എന്ന് ഞാൻ പറയുന്നത്? അത് നിർജ്ജനമായ ഭൂമിയായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിർജ്ജനം എന്ന് പറയുമ്പോൾ അതിനർത്ഥം ആളുകൾ അവിടെ ഒട്ടും ഉണ്ടായിരുന്നില്ല എന്നല്ല, അവിടെ ആളുകൾ താമസിച്ചിരുന്നു എന്ന്. കേട്ടോതാ, എറണാകുളത്ത് വെച്ച് പറഞ്ഞതാണ്. അവിടെ രാഷ്ട്രനിവാസികളില്ലാതെ തീർത്ത് ശൂന്യമായി കിടക്കുന്നതിനാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ആവശ്യകത ജനസംഖ്യ ഉണ്ടാകുക എന്നുള്ളതാണെന്ന് ജെയിംസ് ഫിന്ന എന്ന് പറയുന്ന എഴുതി. നിവാസികളില്ലാതെ രാഷ്ട്രം ശൂന്യമായി കിടക്കുന്നു. ശൂന്യമായി കിടക്കുന്നു പറഞ്ഞാൽ കംപ്ലീറ്റ് ശൂന്യത എന്ന് വിചാരിക്കേണ്ട. അവിടെ ഇവിടങ്ങളിലൊക്കെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. എന്നാൽ ലക്ഷക്കണക്കിന് ഏക്കർ വരുന്ന, ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഭൂപ്രദേശമാണ്. അവിടെയാണ് കുറച്ച് പേര്, 1000, 2000, 6000. യെരുശലേമിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. 15,000-ഓളം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതല്ലാതെ ബാക്കിയുള്ള പ്രദേശമെല്ലാം കേട്ടല്ലോ, വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത് അവിടെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന്. എന്നിട്ട് ഹൈഫയിൽ 6000 ആളുകൾ ഉണ്ടായിരുന്നു. ഹൈഫ എന്ന് പറഞ്ഞ പട്ടണത്തിനകത്ത് 6000 ആൾക്കാരുണ്ടായിരുന്നു. അതും ഞാൻ പറഞ്ഞിരുന്നു. ഇത് അടുത്ത് കേട്ടുപോയിക്കോ. അതുപോലെ ഹോളി ലാൻഡ് ഗൈഡ് ബുക്ക് എന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരനായ ലെയ്വിൻ ഡി ഹാമേ അദ്ദേഹം ഇങ്ങനെ എഴുതി: വടക്ക് ദിക്കായി സ്ഥിതി ചെയ്യുന്ന ഹൈഫ എന്ന സ്ഥലത്ത് 6000 ആൾക്കാർ ഉണ്ടായിരുന്നു. അത് അസാമാന്യമായ ഒന്നും അല്ലായിരുന്നു. 6000 ആൾക്കാർ, ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വരുന്നുണ്ട്. കാരണം ഇന്ന് നാം കാണുന്ന പലസ്തീൻ പ്രദേശമല്ല, യൂഫ്രട്ടീസിൻ്റെ തീരം ഉണ്ടല്ലോ, അവിടുന്ന് മുതൽ ഇറാഖിൻ്റെ ആ ഭാഗം മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള വിശാലമായ പ്രദേശമാണ്. അതിൻ്റെ അകത്താണ് ഇവർ സഞ്ചരിച്ചത്. അത് മുഴുവൻ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തുകൊണ്ട് അത് മുഴുവൻ വിശുദ്ധ സ്ഥലങ്ങളായിട്ട് പരിഗണിച്ചാണ് ഇവർ അവിടേക്ക് തീർത്ഥാടനം നടത്തുന്നത്. അപ്പോൾ ആ പ്രദേശം മൊത്തം ചുറ്റി നടന്നിട്ടാണ് പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്നിവിടെ. എന്നിട്ട് പറയാണ്, ഹൈഫ എന്ന് പറയുന്ന ഈ സ്ഥലം, പട്ടണം 5 മിനിറ്റ് കൊണ്ട് മുറിച്ച് കിടക്കാമെന്ന്. ഇന്നത്തെ പോലെ 100 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന വാഹനത്തിലല്ല കേട്ടോ, കുതിരവണ്ടിയിലാണ് പോകുന്നതെന്ന് ഓർക്കണം. കുതിരവണ്ടിയിൽ 5 മിനിറ്റ് കൊണ്ട് ആ സ്ഥലം മുറിച്ച് കിടക്കാമെന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം എത്രയാണെന്ന് ആലോചിച്ചാൽ മതി. അത് വേണ്ട ബ്രദർ, ഇനി കുറച്ചങ്ങ് വിട്ടു പോക്കോ, വായിക്കാൻ ഇതില്ല. അപ്പോൾ ഏതായാലും ഞാനത് ഇനി തിരുവനന്തപുരം BJT ഹാളിൽ സംസാരിച്ചപ്പോൾ ഏതൊക്കെ ഇടങ്ങളിലാണ് ആളുകൾ ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏതൊക്കെ പോക്കറ്റുകളിൽ ഇന്ന പട്ടണങ്ങളിലായിട്ട് ഇന്ന ഇടങ്ങളിൽ ആളുകൾ ഉണ്ടായിരുന്നു, അതും ഞാൻ പറഞ്ഞിരുന്നു. അവിടെ ആളുകളുടെ അഭാവം വലിയ തോതിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായി ഈ പ്രദേശം പ്രായണ ശൂന്യമായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. 19-ാം നൂറ്റാണ്ടിൽ, അതുപോലെ 20-ാം നൂറ്റാണ്ടിലൊക്കെ ആ പ്രദേശം സഞ്ചരിച്ച ആളുകൾ, 20-ാം നൂറ്റാണ്ടല്ല അതിനു മുമ്പ് 17, 18, 19 നൂറ്റാണ്ടുകളിലൊക്കെ അവിടെ സന്ദർശിച്ച ആളുകൾ അതിനങ്ങനെയാണ് രേഖപ്പെടുത്തി വച്ചിരുന്നത്. ബ്രിട്ടീഷ് കോൺസുൽ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ അവിടെ ആ പ്രദേശം നിവാസികളില്ലാതെ ശൂന്യമായി പോയെന്ന് പരാതിപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരെങ്ങനെയാണ് രേഖപ്പെടുത്തിയത്? രാഷ്ട്രം നിവാസികളില്ലാതെ തീർത്തും ശൂന്യമായി കിടക്കുന്നതിനാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ആവശ്യകത ജനസംഖ്യ ഉണ്ടാവുക എന്നുള്ളതാണ്. അവിടെ ജനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, പൂർണ്ണമായിട്ടും അതില്ലാതായി എന്ന് അങ്ങനെ അർത്ഥത്തിലല്ല. ഒരൊറ്റ കുഞ്ഞുപോലെ അവിടെ ഇല്ലായിരുന്നല്ല, ചില പ്രത്യേക പോക്കറ്റുകളിൽ ആളുകളുണ്ടായിരുന്നു. ജെറുസലേമിൽ കുറച്ച് ആളുകളുണ്ടായിരുന്നു, അതുപോലെ നസ്രത്തിലുണ്ടായിരുന്നു, ഹെബ്രോനിലുണ്ടായിരുന്നു, യാഫയിലുണ്ടായിരുന്നു, ഷാരോനിലുണ്ടായിരുന്നു, തിബിര്യാസിലുണ്ടായിരുന്നു, ബഥാനിയയിലും ബത്ലഹേമിലും സഫേദ്, യക്ര, ഹൈഫ തുടങ്ങിയ ചില പ്രദേശങ്ങൾ. ആ പ്രദേശം നാം ചിന്തിച്ചു നോക്കണം. ഇവരിത് പറയുമ്പോൾ ഇന്ന് കാണുന്ന ഇസ്രായേലിനല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവർ വിശുദ്ധ നാടുകൾ എന്ന് അവർ അർത്ഥമാക്കിയതാണ്. അക്കാലത്ത് അത് രേഖപ്പെടുത്തുമ്പോൾ അവർ അർത്ഥമാക്കുന്നത് യൂഫ്രട്ടീസിൻ്റെ തീരം മുതൽ, യൂഫ്രട്ടീസ് നദിയുടെ തീരം മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള ഭാഗമാണ്. ഇറാഖൊക്കെ അവർ വിശുദ്ധ നാടുകളുടെ ഗണത്തിലാണ് പെടുത്തിരിക്കുന്നത്. ആ പ്രദേശമൊക്കെ വെച്ചിട്ടാണ് അവർ പറയുന്നത് ഇവിടെ ഇന്ന ഭാഗങ്ങളിലെ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവിടെയൊക്കെ ആളുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അതിന്റെ നിർജ്ജന പ്രദേശം എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. അപ്പൊ 10,000 ആളുകൾ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ജനസംഖ്യയാണ്. 10,000 ആളുകൾ വലിയൊരു ജനസംഖ്യയാണ്. അപ്പൊ ഈ 10 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്താണ് 10,000 ആളുകൾ താമസിക്കുന്നതെന്ന് വിചാരിക്കുക.
അപ്പൊ ശരാശരി ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 1000 പേരെന്ന് കിട്ടും. അത് വളരെ കൂടിയ ജനസാന്ദ്രതയാണ്. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 1000 പേര് വളരെയധികം ആളുകളാണ്. എന്നാൽ 100 ചതുരശ്ര കിലോമീറ്ററിലാണ് 10,000 പേർ താമസിക്കുന്നതെങ്കിലോ? അപ്പൊ ശരാശരി ഒരു ചതുരശ്ര കിലോമീറ്ററിന് 100 പേരെന്നാണ് കിട്ടുക, അല്ലെ? അത് കുറഞ്ഞ ജനസാന്ദ്രതയാണ്. പക്ഷേ 1000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്താണ് 10,000 പേർ താമസിക്കുന്നതെങ്കിലോ? അപ്പോൾ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ വെറും 10 പേരെന്നുള്ള കണക്കായിരിക്കും കിട്ടുക. എന്നാൽ 2000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്താണ് 10,000 പേർ താമസിക്കുന്നതെങ്കിലോ? അപ്പോൾ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 5 പേരെന്നുള്ള കണക്ക് കിട്ടും. അതിനെയൊക്കെ ജനസാന്ദ്രത വളരെ കുറഞ്ഞ പ്രദേശം എന്നല്ല, നിർജ്ജന പ്രദേശം എന്നായിരിക്കും പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുക. നിർജ്ജന പ്രദേശം എന്ന്. കാരണം ഓരോ ചതുരശ്ര കിലോമീറ്ററിലും 5 പേർ വീതം ശരാശരി എന്ന് പറയുമ്പോൾ ഈ ചതുരശ്ര കിലോമീറ്ററിൽ 5 പേര്, അത് കഴിഞ്ഞ് അടുത്ത ചതുരശ്ര കിലോമീറ്ററിൽ 5 പേര്, അങ്ങനെ എല്ലാ ആളുകൾ താമസിക്കുന്നത്. ഈ 2 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഒരു ഗ്രാമത്തിനകത്ത് 500 പേര് താമസിക്കുന്നുണ്ടാവും. അത് 2 ചതുരശ്ര കിലോമീറ്റർ പോലും വരില്ല ഒരു ഗ്രാമം, എന്നാലും അത്രയും പേര് താമസിക്കുന്നുണ്ടാവും. ഇനി അതിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ അതൊരു 5-8 ചതുരശ്ര കിലോമീറ്റർ എന്ന് കണക്ക് കൂട്ടിക്കോ. അവരുടെ ജീവസന്ധാരണത്തിന് ആവശ്യമായ എന്തെങ്കിലും കൃഷിയോ മറ്റോ ഒക്കെ ചെയ്ത് അവരവിടെ ജീവിക്കും. കൃഷി എന്ന് പറയുന്നത് വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടിയല്ല, അവർക്ക് തിന്നാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള അടുക്കളത്തോട്ടം പോലെയോ മറ്റുമൊക്കെ ആയിട്ടുള്ള അങ്ങനെയൊക്കെ ചെയ്തൊക്കെ ആയിട്ട് ജീവിക്കുക. അപ്പൊ അവരുടെ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന ഈ 2 ചതുരശ്ര കിലോമീറ്ററും കൃഷിക്ക് ആവശ്യമുള്ള 8 ചതുരശ്ര കിലോമീറ്ററും ചേർത്ത് 10 ചതുരശ്ര കിലോമീറ്റർ ആയി. ബാക്കി 90 ചതുരശ്ര കിലോമീറ്ററോളം സ്ഥലം വെറുതെ കിടക്കുകയാണ്. അതിലാരും ഇല്ല, കൃഷിയുമില്ല, താമസമില്ല, ഒന്നുമില്ല, അത് വെറുതെ കിടക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് വേറെ ഒരു ഗ്രാമം കാണും, ഇതുപോലെ തന്നെ 500 പേരൊക്കെ ഉള്ള ഒരു ഗ്രാമം. അതും ഇതേപോലെ 2-3 ചതുരശ്ര കിലോമീറ്ററിനകത്താണ്. അതിന്റെ ചുറ്റുപാടുമായിട്ട് അവർക്ക് താമസിക്കാൻ, അവരുടെ ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള ആ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ അവർ ചെയ്യുന്നുണ്ടാകും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ നിർജ്ജനമായിട്ട് കിടക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഈ ഉദാഹരണത്തിൽ നമ്മൾ ആളുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. ആളുകൾ 10,000 തന്നെയാണ്. ആ 10,000 എന്നുള്ളത് കുറഞ്ഞ ഭൂമിയിലാകുമ്പോൾ അത് വലിയ ജനസാന്ദ്രതയാണ്. എന്നാൽ ആളുകൾ സ്ഥലം കൂടി വരുന്തോറും ആളുകൾ അത്ര തന്നെയാണുള്ളത്. പക്ഷെ സ്ഥലത്തിന്റെ വലിപ്പം, ഭൂമിയുടെ വിസ്തൃതി കൂടി വരുന്തോറും ഈ 10,000 ആളുകൾ എന്നുള്ളത് ഒരു ചെറിയ കൂട്ടമായിട്ട് തീരുകയാണ്. ഇനി നമുക്ക് ഇസ്രായേലിന്റെ കാര്യം നോക്കാം. ഓട്ടോമൻ സാമ്രാജ്യത്തിനകത്ത് പലസ്തീൻ എന്ന് പറയുന്ന ഒരു ഘടകമില്ലായിരുന്നു. പലസ്തീൻ എന്ന് പറയുന്ന ഒരു എയാലറ്റോ അല്ലെങ്കിൽ ഒരു സാഞ്ചക്കോ ഉണ്ടായിരുന്നില്ല. ഈ അയാലറ്റും സാഞ്ചക്ക് എന്നൊക്കെ ഉള്ളത് തുർക്കി വാക്കുകളാണ്. ഭരണ സൗകര്യത്തിന് വേണ്ടി അവർ ഓരോ പ്രദേശങ്ങളെ വിഭജിച്ചിട്ട് അതിന് കൊടുക്കുന്നതാണ്. അയാലറ്റ് എന്ന് പറയുന്നത് ഗവർണർ ജനറൽ ഭരിക്കുന്നതാണ്. 4 സ്റ്റാർ ഉള്ള ഗവർണർ ജനറൽ ഭരിക്കുന്ന ഭൂമിയാണ്, വിശാലമായ ഭൂമി. സാഞ്ചക്ക് എന്ന് പറഞ്ഞാൽ 2 സ്റ്റാർ ഉള്ള ഗവർണർ, സാധാ ഗവർണർ ഭരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇതിലൊക്കെ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും കളക്ടറും എന്ന് പറയുന്നത് പോലെയൊക്കെ തന്നെ. അതായത് ഒരു സംസ്ഥാനം, അയാലറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം, സാഞ്ചക്ക് എന്ന് പറഞ്ഞാൽ ജില്ല, ഇങ്ങനെ അർത്ഥം പറയാം. അപ്പൊ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ പലസ്തീൻ എന്ന പേരിൽ ഒരു സംസ്ഥാനമോ അല്ലെങ്കിൽ ഒരു ജില്ലയോ പോലും ഉണ്ടായിരുന്നില്ല. ഓട്ടോമൻ സാമ്രാജ്യത്തിനകത്തെ സിറിയ എന്ന അയാലറ്റിലാണ് ഈ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നത്. സിറിയ അല്ല, ഡമാസ്കസ് അയാലറ്റ് എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. എന്നാലും സിറിയ, ആ പ്രദേശത്തിനെ മൊത്തം സിറിയ എന്ന് വിളിച്ചിരുന്നു. അപ്പൊ ഈ സിറിയയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ പ്രദേശങ്ങളുള്ളത്. അല്ലാതെ പലസ്തീൻ എന്ന് പറഞ്ഞ ഒരു സംഗതിയില്ല. അതിനകത്ത് സാഞ്ചക്കുകളുണ്ട്. ഇപ്പൊ ജെറുസലേം ഒരു സാഞ്ചക്കായിരുന്നു. അങ്ങനെ സാഞ്ചക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ പലസ്തീൻ എന്ന് പറഞ്ഞ ഒരു സാഞ്ചക്ക് പോലും ഇല്ല, അങ്ങനെ ഒരു ജില്ല പോലും ഇല്ല. ഇനി ഇന്നത്തെ ഇസ്രായേലിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 21,671 ചതുരശ്ര കിലോമീറ്റർ ആണ്. മുഹമ്മദ് ഈസ ആകട്ടെ മറ്റേത് ഹമാസിസ്റ്റും ആകട്ടെ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഈ 21,671 ചതുരശ്ര കിലോമീറ്ററിൽ വരുന്ന ഭൂവിസ്തൃതിക്കുള്ളിൽ സംഭവിച്ച കാര്യങ്ങൾ എന്ന നിലയിൽ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിനകത്തെ സിറിയ എന്ന് പറയുന്ന ആ സംസ്ഥാനത്തിനകത്ത്, ആ വലിയ എയാലറ്റിനകത്ത് നടന്ന കാര്യങ്ങളാണെന്ന് നിങ്ങൾ മറക്കരുത്. അവിടെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 5 ലക്ഷം ജനങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ മുഹമ്മദ് ഈസ തള്ളിമറിക്കുമ്പോൾ അത്രയും ജനങ്ങൾ 21,671 ചതുരശ്ര കിലോമീറ്ററിനകത്തല്ല ഉണ്ടായിരുന്നത്. മറിച്ച് ഇന്നത്തെ ഇസ്രായേലും ഗാസയും വെസ്റ്റ് ബാങ്കും ജോർദാനും ഒക്കെ അടങ്ങുന്ന ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഭൂപ്രദേശത്തെ ജനസംഖ്യയെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. മനസ്സിലായോ? അല്ലാണ്ട് ഇന്നത്തെ ഇസ്രായേലിനകത്തുള്ള ജനസംഖ്യയല്ല. അവര് അന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി ഒന്നും ഇല്ല, ആ ഒരു ലെവലിലൊന്നും ഇല്ല. പലസ്തീനും ഇല്ല. ഇതിന്റെ ഭാഗമാണ്, സിറിയയുടെ ഭാഗമായിട്ടാണ് അതുള്ളത്. ഡമാസ്കസ് അയാലറ്റിനകത്താണ് ഉള്ളത്. അപ്പൊ അതിന്റെ ആ വലുപ്പമാണ്, ആ വിസ്തൃതിയാണ്
അപ്പൊ അത് വലിയ വിസ്തൃതിയാണ്, ലക്ഷക്കണക്കിന് വരുന്ന വലിയ വിസ്തൃതിയാണ്. കാരണം ഇന്നത്തെ ഇസ്രായേൽ ഉൾപ്പെടുന്നു, ഗാസ ഉൾപ്പെടുന്നു, വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടുന്നു, യോർദാൻ ഉൾപ്പെടുന്നു, ഡമാസ്കസ് ഉൾപ്പെടുന്നുണ്ട്, ലെബനോൻ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഊഹിക്കാം അതിന്റെ വലുപ്പം എത്രയാണെന്നുള്ളത്. എന്നാൽ അന്നത്തെ ആ സിറിയ പ്രവിശ്യയുടെ കൃത്യമായ വിസ്തൃതി എത്രയെന്നോ അതിലെ മൊത്തം ജനസംഖ്യ എത്രയാണെന്നോ നമുക്കിന്നറിയാൻ യാതൊരു മാർഗവുമില്ല. ഈ 1834 2.5 ലക്ഷം ആളുകൾ പലസ്തീനിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ മുഹമ്മദ് ഈസ തള്ളിമറിക്കുന്നുണ്ട്. മഹാ കോമഡിയാണ് അതൊക്കെ. ദൈവം അനുവദിച്ച ആ വാദത്തിന്റെ പൊള്ളത്തരം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. പക്ഷെ ഇങ്ങനെയൊക്കെ തള്ളാമെന്നല്ലാതെ കൃത്യമായ ആ ഭൂപ്രദേശത്തിന്റെ വിസ്തൃതിയും ജനസംഖ്യയും എത്രയായിരുന്നു എന്നറിയാൻ നമുക്ക് നിർവാഹമില്ല. കാരണം ഇതിന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഭൂമി അളന്ന് തിരിച്ച് ഇത്ര കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സംഗതി ഈ ഓട്ടോമൻ തുർക്കികൾ ആരും ചെയ്തിട്ടില്ല. അതിന് മുമ്പുള്ളവരും ചെയ്തിട്ടില്ല, ഓട്ടോമൻ തുർക്കികളൊന്നും ചെയ്തിട്ടില്ല. മൊത്തം അവർ പിടിച്ചെടുക്കുന്ന ഭൂമിയെ അവരുടെ ആ പ്രദേശത്തോട് കൂട്ടിക്കൊണ്ടിരുന്നല്ലാതെ ഒരു ഇതൊന്നുമില്ല. അവരാകെ അവിടെ ജനസംഖ്യ എടുക്കാൻ നോക്കുന്നത് തന്നെ ടാക്സ് പിരിക്കാനും പിന്നെ ആളുകളെ ഈ സൈന്യത്തിലേക്ക് എടുക്കാനും തുർക്കി സൈന്യത്തിലേക്ക് എടുക്കാനും വേണ്ടിയിട്ടൊക്കെ അവർ ചിലതൊക്കെ ഒന്ന് ശ്രമിച്ചിട്ടുണ്ട്. അത് ഏത് കാലഘട്ടത്തിലാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവർ ഈ പറയുന്ന 1834 ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് അടുത്ത കൂടി നോക്കാം. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒന്നും കൃത്യമായ ഒരു കണക്ക് നമുക്ക് കിട്ടുകയില്ല. എന്നാൽ നമുക്ക് കൃത്യമായി അറിയാൻ പറ്റുന്ന ഒരു കണക്കുണ്ട്. അത് 1917 ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആ പ്രദേശം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ എത്തിപ്പെട്ടതിന് ശേഷമുള്ള കണക്കാണ്. മൊത്തം ഭൂമിയല്ല, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ മൊത്തം ഭൂമിയല്ല, ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പലസ്തീൻ എന്ന് ബ്രിട്ടീഷുകാർ പേരിട്ട ആ പ്രദേശത്തിന്റെ കൃത്യമായ അതിരുകൾ നിർണയിച്ച് അവർ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഇസ്രായേലും ജോർദാനും വെസ്റ്റ് ബാങ്കും ഗാസയും ഒക്കെ ഉൾപ്പെട്ട ഭൂപ്രദേശമാണ് അവരുടെ ഈ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പലസ്തീൻ എന്ന് പറയുന്നത്. അതിന്റെ വിസ്തൃതി 1,20,466 ചതുരശ്ര കിലോമീറ്റർ ആണ്. 1,20,466 ചതുരശ്ര കിലോമീറ്റർ. അപ്പൊ ഈ സ്ഥലം ബ്രിട്ടീഷുകാരുടെ കൈവശം വന്നു കഴിഞ്ഞപ്പോൾ അവർ 1921 അവിടെ സെൻസസ് എടുത്തു. 1921 എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 1881 മുതലുള്ള യഹൂദ കുടിയേറ്റവും 1890 മുതലുള്ള ചുറ്റുപാടുമുള്ള അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം കുടിയേറ്റവും, അറബികളും മുസ്ലിങ്ങളുടെയൊക്കെ കുടിയേറ്റം ഈജിപ്തിൽ നിന്നും സിറിയയിൽ നിന്നും പിന്നെ ഇറാഖിൽ നിന്ന്, സൗദി അറേബ്യയിൽ നിന്ന്, യമനിൽ നിന്ന്, ലെബനോനിൽ നിന്ന്, അങ്ങനെ ചുറ്റുപാടുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളമായിട്ടുള്ള മുസ്ലിം കുടിയേറ്റം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ കുടിയേറ്റം രണ്ടു കൂട്ടരുടെയും, യഹൂദന്മാരുടെയും അറബുകളുടെ രണ്ടു കൂട്ടരുടെയും ഈ കുടിയേറ്റം കാരണം ആ പ്രദേശത്തെ ജനസംഖ്യ വളരെയധികം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഓർക്കണം. എന്നിട്ട് പോലും 1921 സെൻസസിൽ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പലസ്തീനിലെ ജനസംഖ്യ എന്ന് പറയുന്നത് വെറും 7,57,182 പേരാണ്. 7,57,182 പേര്. അപ്പോ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ നമ്മൾ നോക്കുമ്പോൾ ശരാശരി നോക്കിയാൽ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 6 പേര് അല്ലെങ്കിൽ 6.4 ആള് എന്ന് വെച്ചാൽ 4 ചതുരശ്ര കിലോമീറ്റർ കൂടിക്കഴിഞ്ഞാൽ 4, 6, 24, 25 പേരുണ്ടാവും. ആ ലെവലിലാണ് ഉണ്ടാകുന്നത്. ഇത്രയധികം കുടിയേറ്റങ്ങൾ ഉണ്ടായതിനു ശേഷം പോലും അവിടെ ഇത്ര ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന് മുമ്പുള്ള കാലത്ത് 1881 നമ്മൾ പോയി കഴിയുമ്പോൾ ഇല്ല, അത്രയില്ല. 1 കിലോമീറ്ററിൽ ശരാശരി 2-3 പേരെന്നുള്ള അത്രയും കുറവാണത്. ഇപ്പോ ഹൈഫയിൽ 6000 ആളുകൾ ഉണ്ടായിരുന്നു എന്ന് അവിടെ സന്ദർശിച്ച ബ്രദർ ലെയ്വിൻ ഡി ഹാമെ ഗൈഡ് ഇൻഡിക്കേറ്റർ എന്ന 1897 പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഹൈഫയിൽ 6000 പേര്. അതിന്റെ അർത്ഥം 1000 ചതുരശ്ര കിലോമീറ്ററിൽ താമസിക്കേണ്ട ആളുകൾ, അതായത് ശരാശരി 6 അല്ലെങ്കിൽ 6.4 എന്നുള്ളതാണല്ലോ നമുക്ക് കിട്ടുന്നത് 21. 1897 വരുമ്പോൾ അത്രയൊന്നുമില്ല, അതിലും വളരെ കുറവാണ്. എന്നാലും നമുക്ക് 6 എന്നുള്ളത് എടുക്കാം, 6 എന്നുള്ളത് ഇരിക്കട്ടെ. ശരാശരി 6 പേര് 1 കിലോമീറ്ററിൽ എന്നുള്ള നിലയിൽ എടുത്താൽ പോലും 6000 പേര് ഒരു പട്ടണത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1000 ചതുരശ്ര കിലോമീറ്ററിൽ താമസിക്കേണ്ട ആളുകളാണ് ഹൈഫ പട്ടണത്തിൽ മാത്രമുള്ളത്. 1000 ചതുരശ്ര കിലോമീറ്ററിൽ. ഈ ഹൈഫ പട്ടണത്തിന്റെ വലിപ്പത്തെ കുറിച്ച് പറയുന്നത് വെറും 5 മിനിറ്റ് കൊണ്ട് ആ പട്ടണം മുറിച്ചു കടക്കാമെന്ന് ഈ ബ്രദർ ലെയ്വിൻ ഡി ഹാമെ ഗൈഡ് ഇൻഡിക്കേറ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ ചെറിയൊരു പട്ടണമാണ്. ഇന്നത്തെ പോലെ കാറിൽ 5 മിനിറ്റ് പോകുന്നതല്ല, കുതിരവണ്ടിയാണ്. റോഡൊന്നും നല്ല റോഡുകളൊന്നും അല്ല, പൊട്ടിപ്പൊളിഞ്ഞ അല്ലെങ്കിൽ ശരിയാ ടാറിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ റോട്ടിൽ കൂടെയൊക്കെ കുതിരവണ്ടി പോകുമ്പോൾ അതിന്റെ വേഗത നമുക്കറിയാം. അപ്പൊ അങ്ങനെ കുറഞ്ഞ വേഗതയിൽ പോയിട്ട് പോലും 5 മിനിറ്റ് കൊണ്ട് ആ പട്ടണം മുറിച്ചു കടക്കാം എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ പട്ടണമാണ്. എങ്കിലും നമ്മളെ ചെറുതല്ല, വലുതായിട്ട് തന്നെ കൂട്ട്. ഏതാണ്ട് ഒരു 50 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്നു ഹൈഫയ്ക്ക്. നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. അത്രയൊന്നും ഒരു കാലത്ത് ഒരു കാരണവശാലും ഉണ്ടാവില്ല, എന്നാലും നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയാണ്. 50 കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്നു എന്നങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുക. എന്നിരുന്നാലും ഹൈഫയ്ക്ക് ചുറ്റുമുള്ള 950 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ആൾ താമസമില്ലാതെ കിടക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ 1000 ചതുരശ്ര കിലോമീറ്ററിൽ താമസിക്കേണ്ട ആളുകളാണ് 50 ചതുരശ്ര കിലോമീറ്ററിൽ താമസിക്കുന്നത്. ബാക്കി 950 ചതുരശ്ര കിലോമീറ്റർ ഭൂമി വെറുതെ കിടക്കുകയാണ്.
ഇതിനെ നിർജ്ജന പ്രദേശം എന്നല്ലാതെ വേറെ എന്താണ് വിളിക്കേണ്ടത്? ഈ കണക്കുകളൊന്നും ഇസ്രായേലിനെതിരെ സംസാരിക്കുന്ന ഒരു ഹമാസിസ്റ്റ് നിങ്ങളോട് പറയില്ല. അവർ നിങ്ങളോട് പറയുക, ഇന്ന പട്ടണത്തിൽ ഇത്രായിരം ആൾക്കാരുണ്ടായിരുന്നു, ഇന്ന ഗ്രാമത്തിൽ ഇത്രായിരം ആൾക്കാരുണ്ടായിരുന്നു, ഇതൊക്കെ അവർ പറയുക. ആ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ പട്ടണത്തിൽ ഇത്രായിരം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ആ പട്ടണത്തിന് പുറത്ത് ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ ഭൂമി, അല്ലെങ്കിൽ ആ ഗ്രാമത്തിന് പുറത്ത് നൂറുകണക്കിന് ചതുരശ്ര കിലോമീറ്റർ ഭൂമി തരിശായി കിടക്കുകയാണെന്നുള്ള കണക്ക് അവർ നിങ്ങളോട് പറയില്ല. ആ ഉഡായിപ്പാണ് മുഹമ്മദ് ഈസയുടെ വീഡിയോയിൽ മുഹമ്മദ് ഈസ പുറത്തെടുത്തിരിക്കുന്നത്. ഈ ഗ്രാമത്തിൽ ഇത്ര ആൾക്കാരുണ്ടായിരുന്നു, ആ ഗ്രാമത്തിൽ അത്ര ആൾക്കാരുണ്ടായിരുന്നു, മറ്റേ ഗ്രാമത്തിൽ ഇത്രയുണ്ടായിരുന്നു എന്നൊക്കെ മുഹമ്മദ് ഈസ പറയുന്നതല്ലാതെ ആ ഗ്രാമങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരുന്നു, 2 ഗ്രാമങ്ങൾക്കിടയിൽ എത്രായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമിയാണ്, അല്ലെങ്കിൽ എത്ര ചതുരശ്ര കിലോമീറ്റർ ഭൂമിയാണ് തരിശായി കിടന്നിരുന്നത്, ആൾതാമസമില്ലാതെ കിടന്നിരുന്നതെന്നൊന്നും ഈസ പറയില്ല. ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈസയുടെ ഉഡായിപ്പ് ഏതൊരാൾക്കും പിടികിട്ടും. മണ്ടൻ മദ്രസ കോയകളെ പറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സത്യമൊന്നും ഈസയുടെ വായിൽ നിന്ന് വരുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കുകയേ വേണ്ട കേട്ടാ. മുഹമ്മദ് ഈസയുടെ വീഡിയോയ്ക്ക് മറുപടിയായുള്ള വീഡിയോ പരമ്പരയിലെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ആമുഖ വീഡിയോ മാത്രമാണ്. ആമുഖ വീഡിയോ. ഞാനിപ്പോഴും മുഹമ്മദ് ഈസയുടെ വീഡിയോയിലേക്ക് കടന്നിട്ടില്ല. 8 പോയിന്റുകളാണ് മുഹമ്മദ് ഈസയുടെ വീഡിയോയിൽ മുഹമ്മദ് ഈസ പറഞ്ഞിരിക്കുന്നത്, മുഹമ്മദ് ഈസയുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടി. ആ 8 പോയിന്റുകളെയും ദൈവം അനുവദിച്ചാൽ ആ 8 പോയിന്റുകളെയും കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ വീഡിയോ ചെയ്യും. ഓരോ പോയിന്റിനും ഓരോ വീഡിയോ എന്നുള്ള നിലയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുറഞ്ഞത് 8 വീഡിയോ എങ്കിലും വരും. ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ആമുഖ വീഡിയോയിൽ ഞങ്ങൾ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സ്ട്രോമാൻ ഫാലസി എടുത്തുകൊണ്ട് വന്ന് മണ്ടൻ മദ്രസാക്കോയകളെ പറ്റിക്കുന്നത് പോലെ എളുപ്പമല്ല ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഖണ്ഡിക്കാൻ മുഹമ്മദ് ഈസ. ഒരൊറ്റ മനുഷ്യൻ പോലും ആ പ്രദേശത്തുണ്ടായിരുന്നില്ല എന്ന വാദം ഞങ്ങൾ ആരും മുന്നോട്ട് വെച്ചിട്ടില്ല. അവിടെയായി ചില പ്രദേശങ്ങളിൽ ആളുകൾ താമസിച്ചിരുന്നു, എന്നാൽ അതിന്റെ ചുറ്റുപാടുമുള്ള വലിയ വിസ്തൃതമായ ഭൂപ്രദേശം അത് തരിശായി കിടക്കുകയായിരുന്നു എന്നാണ് ഞങ്ങൾ അന്നും പറഞ്ഞത്, ഇന്നും പറയുന്നത്. അതിന് മറുപടിയായി ആൾതാമസം ഉണ്ടായിരുന്നതായി ഞങ്ങൾ അംഗീകരിക്കുകയും പരസ്യമായി പറയുകയും ചെയ്ത സ്ഥലത്തെ ആൾക്കാരുടെ എണ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് യാതൊരു കാര്യവുമില്ല. കൃത്യമായിട്ട് പറഞ്ഞത് ജെറുസലേമിൽ ഇത്ര ആൾക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹൈഫയിൽ ഇത്ര ആൾക്കാരുണ്ടായിരുന്നു, സഫേദിലുണ്ടായിരുന്നു, നസ്രത്തിലുണ്ടായിരുന്നു, ബത്ലഹേമിൽ സ്ഥലം ഞങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഹെബ്രോനിലുണ്ടായിരുന്നു, എത്ര സ്ഥലങ്ങൾ ഞങ്ങൾ പറഞ്ഞു. അപ്പൊ അവിടെയൊക്കെ ആൾതാമസം ഉണ്ടായിരുന്നു ഞങ്ങൾക്കും അറിയാം. ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യവുമാണത്. ചരിത്രരേഖകൾ പരിശോധിച്ചാൽ കിട്ടുന്നതല്ലേ, ഞങ്ങൾക്ക് അറിയാത്തതൊന്നും അല്ല അത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞ അതിന്റെ ചുറ്റുമുള്ള ഭൂമി അത് നിർജ്ജനമായിട്ട് കിടക്കുകയായിരുന്നു. ഞങ്ങൾ പറയാത്ത വാദം ഞങ്ങളുടെ മേൽ ആരോപിച്ചിട്ട് അതിന് മറുപടി പറയാൻ നോക്കുന്നത് സ്ട്രോമാൻ ഫാലസിയാണ്. മനസ്സിലായോ? അത്തരം ഫാലസികളൊക്കെ വിട്ടിട്ട് ഞങ്ങൾ ഉന്നയിച്ച വാദങ്ങൾക്ക് മറുപടി പറയാനാണ് മുഹമ്മദ് ഈസ ശ്രമിക്കേണ്ടത്. ഇന്റലക്ച്വൽ ഓണസ്റ്റി എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യത്തിനെ ഖണ്ഡിക്കണം, അല്ലാതെ ഞങ്ങൾ പറയാത്ത കാര്യത്തിനെ എടുത്തുകൊണ്ട് വരികരുത്. അത് എന്താണ് അതിനെ പറയുന്നത്? അതിനെ പറയാൻ വാക്കുകളില്ല, വിവരക്കേടാണ്. അപ്പൊ ഇനിയുള്ള വീഡിയോയിലെങ്കിലും ഈസ ഇന്റലക്ച്വൽ ഓണസ്റ്റി കാണിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത വീഡിയോയുമായി വേഗം വരാം. അതുവരേക്കും നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു തന്റെ ആണിപ്പാടുള്ള കരങ്ങളാൽ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.